you, Jesus, Lord. ഈ നല്ലൊരു ഞായറാഴ്ച ദിവസം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി. കഴിഞ്ഞൊരാഴ്ചക്കാലം ദൈവത്തിൻ്റെ ആ തങ്കച്ചിറകിൻ കീഴിൽ നമ്മളെ കാത്ത ആ വലിയ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ഹല്ലേലൂയ, ഈ കഴിഞ്ഞൊരാഴ്ചക്കാലം അവൻ നമ്മളെ നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട്, ഹല്ലേലൂയ, ആ യേശുവിനെ, ആ ദൈവത്തെ, നമ്മുടെ കൂടെ നടന്ന ദൈവത്തെ, ഹല്ലേലൂയ, നമുക്ക് അല്പനേരം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആ ദൈവത്തെ നമുക്ക് ഒന്നിച്ച് ചേർന്ന് വാഴ്ത്താം. ഹല്ലേലൂയ. എത്ര സ്തുതിച്ചാലും മതി വരാത്ത നമ്മുടെ ദൈവത്തെ, അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവനായ ദൈവത്തെ, എൻ്റെ യേശുവെ പോലെ വേറൊരു ദൈവമില്ല. ഹല്ലേലൂയ. We praise you, Jesus. Hallelujah, Lord. We praise you. എല്ലാ നാവുകളും അല്പനേരം ഒന്ന് സ്തുതിച്ചാട്ടെ. അവൻ ആ കഴിഞ്ഞൊരാഴ്ചക്കാലം നമ്മളെ താങ്ങി അവൻ്റെ കൃപയാൽ നമ്മളെ നടത്തിയതിനെ ഓർത്തുകൊണ്ട് യേശുവിൻ്റെ നാമത്തെ ഒന്ന് ഉയർത്തിയാട്ടെ. We praise you, Jesus, Lord. തിരുവചനം പറയുന്നത് പോലെ 2-3 പേർ അവൻ്റെ നാമത്തിൽ ഐക്യമത്യപ്പെട്ട് ഒന്നിച്ചു വരുമ്പോൾ, ഹല്ലേലൂയ, എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യം ഇന്ന് നമ്മുടെ മധ്യമുണ്ട്. ഹല്ലേലൂയ. We praise you, Jesus, Lord. നമ്മുടെ എല്ലാ ഭാരങ്ങളും ഒന്ന് ഇറക്കി വെച്ചാട്ടെ എൻ്റെ യേശുവിൻ്റെ കരങ്ങളിലേക്ക്. ഹല്ലേലൂയ. നമ്മൾ ലോകത്തിൻ്റെതായിട്ടുള്ള പല പ്രശ്നങ്ങളാലും പ്രതികൂലങ്ങളായിരിക്കും ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ അതെല്ലാം വഹിക്കുവാൻ മതിയായൊരു ദൈവം നമ്മുടെ മധ്യമുണ്ട്. We praise you, Jesus. ആ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി സമർപ്പിച്ചാട്ടെ. പൂർണ്ണ ഹൃദയത്തോടെ എല്ലാ കണ്ണുകളും ഒന്ന് അടച്ച്, ഹല്ലേലൂയ, ആ യേശുവിൻ്റെ നാമത്തെ ഒന്ന് ഉയർത്തിയാട്ടെ. We praise you, Jesus. നന്ദിയുള്ള ഹൃദയത്തോടെ എല്ലാ അധരങ്ങളും ഒന്ന് തുറന്നുകൊണ്ട് യേശുവിൻ്റെ നാമത്തെ ഒന്ന് ഉയർത്തിയാട്ടെ. We praise you. Hallelujah, hallelujah. Lord, we praise you. വരുന്നു നാഥാ നിൻ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ഇനി അങ്ങേ ആരാധിക്കും. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. യേശു വലിയവൻ, പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ പോലെ വേറൊരു യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല. Yes, Lord, we praise you. അങ്ങേ പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. Praise you, Jesus. Lord, we praise you. Hallelujah. അങ്ങേ പോലെ കർത്താവേ വേറൊരു ദൈവമില്ല. കർത്താവേ, അങ്ങ് ഞങ്ങളെ നടത്തുന്ന വിധങ്ങളെ ഓർത്തുകൊണ്ട്, കർത്താവേ, നടത്തുന്ന വഴികളെ ഓർത്തുകൊണ്ട്, കർത്താവേ, നാൾ തോറും ഞങ്ങളെ നടത്തുന്നവനായ ദൈവത്തെ, ഈ ലോക ജീവിതത്തിൽ, ഹല്ലേലൂയ, മുമ്പോട്ടുള്ള ഓരോ ചുവട് വയ്ക്കുമ്പോഴും ഭദ്രമായി ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ കെട്ടുകളിലും ബന്ധനങ്ങളിലും അകപ്പെടാതെ അങ്ങയുടെ തങ്കച്ചിറകിൻ കീഴിൽ നമ്മളെ ഭദ്രമായി കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ അത്ഭുത സ്നേഹത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് അത് ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. We praise you, Jesus. ഭൗമിക നാളുകൾ തീരും വരെ ഭദ്രമായി പാലിക്കും പരമനെന്നെ. ഭൗമിക നാളുകൾ തീരും വരെ
എന്നെ ഭാരമില്ല എല്ലും വീതിയില്ല ഭാവിയെല്ലാം അവൻ കരുതിക്കും. വിശ്വാസത്തോടെ ഭാരമില്ല എല്ലും വീതിയില്ല ഭാവിയെല്ലാം അവൻ കരുതിക്കൊള്ളും. നടത്തിയിടുന്നു ദൈവം എന്നെ നടത്തിയിടുന്നു നാൾ തോറും തൻ കൃപയാൽ എന്നെ അവനാ നടത്തുന്ന വിധങ്ങളെ ഓർത്തുകൊണ്ട് നാൾ തോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. ആരിലുമെൻ മനോഭാരങ്ങളെ അറിയുന്ന വല്ലഭൻ ഉണ്ടെനിക്ക്. ആമേൻ. ആരിലുമെൻ മനോഭാരങ്ങളെ അറിയുന്ന വല്ലഭൻ ഉണ്ടെനിക്ക്. ആകുലത്തിൽ എന്റെ വ്യാകുലത്തിൽ ആശ്വാസമവനെനിക്കേകിടുന്നു. ആകുലത്തിൽ എന്റെ വ്യാകുലത്തിൽ ആശ്വാസമവനെനിക്കേകിടുന്നു. നടത്തിയിടുന്നു ദൈവം എന്നെ നടത്തിയിടുന്നു നാൾ തോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. നാൾ തോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. ൂരിരുൾ തിങ്ങിടും പാതകളിൽ കൂട്ടുകാർ വീട്ടുപോം വേളകളിൽ ൂരിരുൾ തിങ്ങിടും പാതകളിൽ കൂട്ടുകാർ വീട്ടുപോം വേളകളിൽ കൂട്ടിനവർ എന്റെ കൂടെ വരും കൂടാരമറവിലെ ആ ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത് എന്റെ കൂടെ വരും കൂടാരമറവിൻ തരും. നടത്തിയിടുന്നു ദൈവം എന്നെ നടത്തിയിടുന്നു നാൾ തോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. നാൾ തോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. ഓ നാൾ തോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. നാൾ തോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. നാൾ തോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. Praise you Jesus Lord. Hallelujah. സ്തുതിക്കുന്ന കർത്താവേ, എൻ്റെ യേശുവിൻ്റെ നാമം ഇന്ന് വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹല്ലേലൂയ സകല വിഷയങ്ങൾക്കും ഉത്തരം തരുവാൻ മതിയായ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് നമ്മുടെ മധ്യയുണ്ട്. We praise you Jesus. Hallelujah. Hallelujah. നമ്മുടെ ജീവിതത്തിലെ ചില സാഹചര്യങ്ങളിൽ നമ്മളെ കൈവിടുന്ന ചിലവരുണ്ടായിരിക്കാം. ഹല്ലേലൂയ. നമ്മുടെ പേര് ഫോണിൽ കാണുമ്പോൾ അത് കട്ട് ചെയ്യുന്ന ചിലവരുണ്ടായിരിക്കാം. ഹല്ലേലൂയ. We praise you Jesus. നമ്മളവരോട് എന്തെങ്കിലും അപേക്ഷിച്ചാൽ നമ്മളെ പിന്നെ കാണാമെന്ന് പറഞ്ഞ് നമ്മളെ മാറ്റി നിർത്തുന്ന സാഹചര്യങ്ങളുണ്ടായിരിക്കാം. നമ്മൾ
അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മളെ മാറ്റി നിർത്തുന്ന പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. ഒരൊറ്റപ്പെട്ട സാഹചര്യത്തിൽ നാം മുമ്പോട്ട് ജീവിതം നയിക്കുന്നവരായിരിക്കാം. ഹല്ലേലൂയ, വി പ്രൈസ് യു ജീസസ്. എന്നാൽ എൻ്റെ യേശുവിൻ്റെ അടുത്തേക്ക് അവൻ്റെ നാമത്തെ ഒന്ന് വിളിച്ചപേക്ഷിക്കുന്നവർക്ക് എൻ്റെ യേശു ഇന്നും സമീപസ്ഥനാണ്. ഹല്ലേലൂയ, വി പ്രൈസ് യു ജീസസ്. നമുക്ക് ഒരിക്കൽ കൂടി ആ വരി ഒന്ന് പാടാം. ഹല്ലേലൂയ. കൂരിരുൾ തിങ്ങിടും താഴ്വരകളിൽ, കൂട്ടുകാർ വിട്ടുപോകും വേളകളിൽ, കൂട്ടിനവൻ എൻ്റെ കൂടെ വരും. കൂടാര മറവിൽ എനിക്ക് അഭയം തരുന്നൊരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. We praise you, Jesus. Hallelujah. കൂരിരുൾ തിങ്ങിടും കൂട്ടുകാർ വിട്ടുപോകും വേളകളിൽ, പാതകളിൽ, കൂട്ടുകാർ വിട്ടുപോകും വേളകളിൽ, കൂട്ടിനവൻ എൻ്റെ കൂടെ വരും. കൂടാരമറവിലെന്നഭയം കൂട്ടിനവൻ എൻ്റെ കൂടെ വരും. നമ്മളെ നടത്തുന്നവനായ ദൈവത്തെ നടത്തിയിടുന്നു. ദൈവം എന്നെ നടത്തിയിടുന്നു. നാൾതോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. ഓ, നാൾതോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. ഓ, നാൾതോറും തൻ കൃപയാൽ നടത്തിയിടുന്നു. ആ യേശുവിന്റെ കൃപയാലാണ്. We praise you, Jesus, Lord. കൃപയാൽ എന്നെ നടത്തിയിടുന്നു. Oh, we praise you, Jesus, Lord. കർത്താവേ, ഇന്ന് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നത് കർത്താവേ അങ്ങയുടെ ആ വലിയ കൃപയാലാണെന്ന് കർത്താവ് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, ഞങ്ങളുടെ കെട്ടുകളെ അഴിച്ചത് കർത്താവ് അങ്ങയുടെ കൃപയാലാണെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവ്, ഞങ്ങളുടെ മുറിവുകളെ മാറ്റിയത് കർത്താവ് അങ്ങയുടെ കൃപയാലാണെന്ന് കർത്താവ് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, എന്നെ നീതിമാനായി മാറ്റിയത് അങ്ങയുടെ കൃപയാലാണെന്ന് ഞാൻ അറിയുന്നു. കർത്താവെ, എനിക്ക് നിത്യജീവൻ നൽകിയത് കർത്താവെ അങ്ങയുടെ കൃപയാലാണെന്ന് കർത്താവ് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, എൻ്റെ കഷ്ടങ്ങളെ നീക്കിയത് എനിക്ക് കർത്താവെ വരങ്ങളെ നൽകിയത് കർത്താവെ അങ്ങയുടെ കൃപയാലാണെന്ന് കർത്താവ് ഞങ്ങൾ അറിയുന്നു. We praise you, Jesus, Lord. ആ കൃപയാൽ നമ്മളെ നടത്തുന്നവനായ ദൈവത്തിൻ്റെ ആ അത്ഭുത നാമത്തെ നമുക്ക് ഒന്നിച്ച് ചേർന്ന് കരങ്ങളെ ഒന്ന് അടിച്ചുകൊണ്ട് ഹല്ലേലൂയ, അത്ഭുതവാനായ ദൈവത്തിൻ്റെ നാമത്തെ നമുക്കൊന്ന് ഉയർത്താം. ഹല്ലേലൂയ, we praise you, Jesus. കരങ്ങളെല്ലാം അടിച്ചുകൊണ്ട് ഹല്ലേലൂയ, ആ കൃപയാൽ നമ്മളെ നടത്തുന്നവനായ ദൈവത്തിൻ്റെ നാമത്തെ ഹല്ലേലൂയ. കൃപയാൽ നിലനിൽക്കുമേ, ദൈവകൃപയാൽ നിലനിൽക്കുമേ. ആമേൻ. കൃപയാൽ നിലനിൽക്കുമേ, ദൈവകൃപയാൽ നിലനിൽക്കുമേ. കൃപയാൽ 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 നിലനിൽക്കുമേ, ദൈവകൃപയാൽ നിലനിൽക്കുമേ. കൃപയാൽ നിലനിൽക്കുമേ, ദൈവകൃപയാൽ നിലനിൽക്കുമേ. പേര് ചൊല്ലി വിളിച്ചതും ദൈവകൃപയാ, വലിയവനാക്കിയതും ദൈവകൃപയാ. പേര് ചൊല്ലി വിളിച്ചതും ദൈവകൃപയാ, വലിയവനാക്കിയതും ദൈവകൃപയാ. കൃപയാ കൃപയാ ഹല്ലേലൂയ, യെസ് കൃപയാ തേരേ കൃപയാ 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 കൃപയാൽ നിലനിൽക്കുമേ, ദൈവകൃപയാൽ നിലനിൽക്കുമേ.
ദൈവകൃപയാൽ നിലനിൽക്കുമേ, ദൈവകൃപയാൽ കെട്ടുകളെ അഴിച്ചത്, കെട്ടുകളെ അഴിച്ചതും ദൈവകൃപയാ, മുറിവുകൾ മാറ്റിയതും ദൈവകൃപയാ, കെട്ടുകളെ അഴിച്ചതും വിശ്വാസത്തോടെ മുറിവുകൾ മാറ്റിയതും ദൈവകൃപയാ, കൃപയാ 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 കൃപയാൽ നിലനിൽക്കുമേ, ദൈവകൃപയാൽ നിലനിൽക്കുമേ, കൃപയാൽ നിലനിൽക്കുമേ, ദൈവകൃപയാൽ നിലനിൽക്കുമേ. നീതിമാനായി മാറ്റിയതും ദൈവകൃപയാൽ, നിത്യജീവൻ നൽകിയതും ദൈവകൃപയാൽ. ഓ നീതിമാനായി മാറ്റിയതും ദൈവകൃപയാൽ, നിത്യജീവൻ നൽകിയതും ദൈവകൃപയാ, കൃപയാ 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 കൃപയാൽ നിലനിൽക്കുമേ, ദൈവകൃപയാൽ നിലനിൽക്കുമേ, കൃപയാൽ നിലനിൽക്കുമേ, ദൈവകൃപയാൽ നിലനിൽക്കുമേ. കഷ്ടങ്ങളെ നീക്കിയതും ദൈവകൃപയാ, വരങ്ങളെ നൽകിയതും ദൈവകൃപയാ, കഷ്ടങ്ങളെ നീക്കിയതും ദൈവകൃപയാ, വരങ്ങളെ നൽകിയതും ദൈവകൃപയാ, കൃപയാ 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 ഹല്ലേലൂയ. കൃപയാൽ നിലനിൽക്കുമേ, ദൈവകൃപയാൽ നിലനിൽക്കുമേ, കൃപയാൽ നിലനിൽക്കുമേ, ദൈവകൃപയാൽ നിലനിൽക്കുമേ. പേര് ചൊല്ലി വിളിച്ചതും ദൈവകൃപയാ, വലിയവനാക്കിയതും ദൈവകൃപയാ. പേര് ചൊല്ലി വിളിച്ചതും ദൈവകൃപയാ, വലിയവനാക്കിയതും ദൈവകൃപയാ, കൃപയാ 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 കൃപയാൽ നിലനിൽക്കുമേ, ദൈവകൃപയാൽ നിലനിൽക്കുമേ, കൃപയാൽ നിലനിൽക്കുമേ, ദൈവകൃപയാൽ. ശ്രീയേശുനാമം അതിശയനാമം, ഏഴയടിക്കിമ്പനാമം. ഓ ശ്രീയേശുനാമം അതിശയനാമം, ഏഴയടിക്കിമ്പനാമം. എല്ലാ നാമത്തിനും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിനും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴയടിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴയടിക്കിമ്പനാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാം, എന്നിൽ കനിഞ്ഞ നാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാം, എന്നിൽ കനിഞ്ഞ നാമം. അന്യനെന്ന മേലെഴുത്ത് എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്ധ്യനാമം. അന്യനെന്ന മേലെഴുത്ത് എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്ധ്യനാമം. ഓ ശ്രീയേശുനാമം അതിശയനാമം, ഏഴയടിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴയടിക്കിമ്പനാമം. ഭൂതബാധിതർക്കും നരവ്യാധിക്കാർക്കും ഭോജനം കൊടുക്കും നാമം. ഭൂതബാധിതർക്കും നരവ്യാധിക്കാർക്കും ഭോജനം കൊടുക്കും നാമം. കുരുടർക്കും മൂടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതലും നൽകും നാമം.
കുരുടർക്കും മുടന്തർക്കും കുഷ്ഠരോഗികൾക്കും എല്ലാം വിടുതലും നൽകും നാമം. ശ്രീ യേശു നാമം അതിശയനാമം ഏഴേനിക്കിമ്പനാമം. ശ്രീ യേശു നാമം അതിശയനാമം ഏഴേനിക്കിമ്പനാമം. പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമാ പുണ്യനാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമാ പുണ്യനാമം. ശ്രീ യേശു നാമം അതിശയനാമം ഏഴേനിക്കിമ്പനാമം. ശ്രീ യേശു നാമം അതിശയനാമം ഏഴേനിക്കിമ്പനാമം. ആമേൻ. ശ്രീ യേശു നാമം അതിശയനാമം ഏഴേനിക്കിമ്പനാമം. ശ്രീ യേശു നാമം അതിശയനാമം ഏഴേനിക്കിമ്പനാമം. Hallelujah. Hallelujah. Sri Yeshu Namam Adishaya Namam. Hallelujah. We praise you, Jesus. Glory to Jesus. Hallelujah. 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 We praise you, Jesus, our Lord. Katave Studikutha Katave. We praise you, Jesus. And Yeshuവിന്റെ അത്ഭുത സാന്നിധ്യം ഇന്ന് നമ്മുടെ മധ്യയുള്ളതിനെ ഓർത്തുകൊണ്ട് Hallelujah. Hallelujah. We praise you, Jesus, our Lord. Amen. Amen. We praise you. Hallelujah. 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 അല്പനേരം വന്ന് ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. Hallelujah. ദൈവത്തിന്റെ ഒരു ആലോചന. Hallelujah. We praise you, Jesus, our Lord. ഇന്നിവിടെ നമ്മുടെ മധ്യയിൽ രോഗത്താൽ ആരെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടോ? രോഗത്തിന്റെ അവസ്ഥയിൽ ആരെങ്കിലും ഉണ്ടോ? പ്രാർത്ഥിച്ചിട്ട് അതിന് ഉത്തരം കിട്ടാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? Hallelujah. ഇത് നമ്മൾ ഈ ഗാനം പാടുമ്പോൾ we praise you, Jesus. നിങ്ങളിവിടെ ആരെങ്കിലും രോഗാവസ്ഥയിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മുമ്പിലോട്ട് കടന്നു വരികയാണെങ്കിൽ ഇവിടുത്തെ ദൈവദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതൊക്കെ നമ്മൾ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം ഇന്നിവിടെ അത്ഭുതങ്ങൾ ചെയ്യുവാൻ മതിയായ ഒരു ദൈവത്തിന്റെ അത്ഭുത സാന്നിധ്യം നമ്മുടെ മധ്യയുള്ളതിനെ ഓർത്തുകൊണ്ട് ഹല്ലേലൂയ. മറ്റാരെയും നോക്കണ്ട. ഹല്ലേലൂയ. ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖത്തിന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ മുമ്പോട്ട് കടന്നു വരാം. ഹല്ലേലൂയ. We praise you, Jesus, our Lord. We praise you, Jesus, our Lord. Hallelujah. Hallelujah. മറ്റൊന്നും ചിന്തിക്കണ്ട, വേറെ ആരെയും നോക്കണ്ട. ഹല്ലേലൂയ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, മറ്റെന്തെങ്കിലും വിഷയങ്ങൾ നിങ്ങളെ ഭാരപ്പെടുത്തുന്നുണ്ടോ? മുമ്പിലോട്ട് കടന്നു വരാം. നമ്മൾ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ യേശു ഇന്ന് വിടുതൽ അയക്കുവാൻ നമ്മുടെ മധ്യയുണ്ട്. ഹല്ലേലൂയ. We praise you, Jesus. Hallelujah. അന്യഭാഷകളിലൊന്ന് അല്പനേരം ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. Hallelujah. We praise you, Jesus. Hallelujah. 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 എല്ലാവരും ഒന്ന് സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്നെന്റെ യേശുവിന്റെ അത്ഭുത കരം, ആ വിടുതലിന്റെ കരം ഇന്നിവിടെ ഇറങ്ങുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശ്രീ യേശു നാമം അതിശയനാമം ഏഴേനിക്കിമ്പനാമം. ശകലം തേരേവേ. ഭൂതബാധിതർക്കും ജ്ഞാനവ്യാധിക്കാർക്കും മോചനം കൊടുക്കുന്ന വിശ്വാസത്താൽ ഒന്ന് പാടിയട്ടെ. ഭൂതബാധിതർക്കും ജ്ഞാനവ്യാധിക്കാർക്കും മോചനം കൊടുക്കുന്ന നാമം. കുരുടർക്കും മുടന്തർക്കും കുഷ്ഠരോഗികൾക്കും എല്ലാം വിടുതലും നൽകുന്ന നാമം. കുരുടർക്കും മുടന്തർക്കും കുഷ്ഠരോഗികൾക്കും വിടുതലും നൽകുന്ന നാമം. ഹല്ലേലൂയ.
അതിശയനാമം Hallelujah. ഏഴേഴിക്കിമ്പനാമം Yes, Lord. ശ്രീയേശുനാമം അതിശയനാമം ഏഴേഴിക്കിമ്പനാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴേഴിക്കിമ്പനാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴേഴിക്കിമ്പനാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴേഴിക്കിമ്പനാമം Amen. ശ്രീയേശുനാമം അതിശയനാമം അന്യഭാഷ വരങ്ങളുള്ള അല്പനേരം അന്യഭാഷയിൽ അത്യുച്ചത്തിൽ അവന്റെ നാമത്തെ ഒന്ന് ഉയർത്തിയാട്ടെ. ശകതം തേരേവേ ശങ്തേ ഖുറാബാരം തകരം തേശേദേ ശകതം തേരേവേ രാധാരന്ദ ശാദകരം തേരേവേ ഖുറാബ ശങ്തകരം തേ. Hallelujah. Hallelujah, Lord. We praise you, Jesus. Hallelujah. We praise you. Rabba Shantara Radha Rabba Shikiri Diri. കർത്താവേ, ഞങ്ങളുടെ അത്ഭുത സാന്നിധ്യത്തെ ഓർത്ത് നന്ദി കരയേറ്റുന്നു യേശു. We praise you, Jesus. Hallelujah. അനേകരുടെ ജീവിതത്തിൽ അങ്ങ് തൊട്ടുകൊണ്ടിരിക്കുന്നതിനെ ഓർത്തുകൊണ്ട് ഹല്ലേലൂയ. അനേകരുടെ വിഷയങ്ങളെ അങ്ങയുടെ വിഷയമായിട്ട് ഏറ്റെടുത്ത് ഹല്ലേലൂയ അതിനെല്ലാം അങ്ങ് വിടുതൽ നൽകിക്കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് കർത്താവേ നന്ദി കരയേറ്റുന്നു യേശുവേ. We praise you, Jesus, Lord. We worship you most. സ്തുതിക്കുന്നു കർത്താവേ. അവിടെ അത്ഭുത സാന്നിധ്യത്തെ ഓർത്ത് നന്ദി കരയേറ്റുന്നു യേശുവേ. Amen. Hallelujah. We praise you, Jesus, Lord. തുടർന്നും കർത്താവേ ഞങ്ങളുടെ അത്ഭുത സാന്നിധ്യത്തിൻ്റെ നിറവിലായിരിക്കുവാൻ കർത്താവ് നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളിലും കർത്താവേ അങ്ങയുടെ സാന്നിധ്യത്തിൽ കർത്താവ് ഞങ്ങളെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ. Amen. Hallelujah. We praise you, Jesus. നമുക്കായിരിക്കുന്ന സ്ഥാനങ്ങൾ അല്പനേരം ഇരിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിൻ്റെ മേശയിലേക്ക് നമുക്ക് ഒരുങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു വേദവാക്യം വായിച്ച് നമുക്ക് നമ്മളെ തന്നെ പരിശോധിച്ചുകൊണ്ട് കർത്താവിൻ്റെ മേശയിലേക്ക് കരങ്ങൾ നീട്ടാം. 1 കൊരിന്ത്യർ 10-ാം 11-12 വാക്യങ്ങൾ. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നിരിക്കൊണ്ട് നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. ഹല്ലേലൂയ. പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുകയാണ്, ഇത് നിങ്ങൾക്ക് ദൃഷ്ടാന്തമായിട്ട് സംഭവിച്ചു. ലോകാവസാനം വന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ബുദ്ധിയുടെ ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. 15-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ പറയുന്നത് വിവേചിച്ചെടുപ്പിൻ. ഹല്ലേലൂയ. നമ്മളെ പരിശോധിക്കാൻ അല്ലെങ്കിൽ പൗലോസ് പറയുന്ന കാര്യം എന്താണെന്ന്, എന്തിനെക്കുറിച്ചാണ്, എന്ത് ദൃഷ്ടാന്തമായിട്ട് നമുക്ക് എഴുതി വച്ചിരിക്കുന്നു, അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ലോകാവസാനം വന്നിരിക്കുന്നുണ്ട്. നമ്മുടെ ഉപദേശത്തിനായിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വിവേചിച്ചെടുപ്പിൻ എന്ന് പൗലോസ് പറയുകയാണ്. എന്നിട്ട് 10-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിൽ ആയിരുന്നു. എല്ലാവരും സമുദ്രത്തിൽ കൂടി കടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു. എല്ലാവരും ഒരേ ആത്മീയ പാനം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പറയുന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവർ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്നു നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ പൗലോസ് പറയുകയാണ്, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടത്തെക്കുറിച്ച് പറയുകയാണ്. അവരെ മിസ്രൈമിൽ നിന്ന്, ഫറവോൻ്റെ കീഴിൽ നിന്ന് ദൈവം വിടുവിച്ച് ആട്ടുകൊറ്റൻ്റെ രക്തം കട്ടളപ്പടയിലും കുറുമ്പരയിലും എല്ലാം പരട്ടിയിട്ട് അവരെ മിസ്രൈമിലൂടെ കടത്തിക്കൊണ്ട് പോകുമ്പോൾ ചെങ്കടലിൽ കൂടുതൽ അവരെ സ്നാനമേറ്റു. എന്നിട്ട് കടത്തിക്കൊണ്ട് പോകുമ്പോൾ പറയുകയാണ്, ദൈവം അവരെ നടത്തിയ വിധങ്ങളെക്കുറിച്ച് പറയുകയാണ്. അവർ മേഘത്തിൻ കീഴിലൂടെ നടന്നുപോയി. അനുഗ്രഹിക്കപ്പെട്ട, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടമാണ് അവർ. കർത്താവ് അവരുടെ മധ്യത്തിൽ വസിച്ചുകൊണ്ട് അവരെ നയിച്ചുകൊണ്ട് പോയെന്നാണ് പറയണത്. പക്ഷേ എന്നിട്ട് വചനം പറയുകയാണ്, എങ്കിലും മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമി തള്ളിയിട്ട് കൊന്നുകളഞ്ഞു. പൗലോസ് പറയുന്നൊരു വാക്യമാണ്. അവരെ എങ്ങനെ, എന്നിട്ട് ഇങ്ങനെ ഇപ്പോൾ താഴത്തേക്ക് 6-ാം വാക്യം ഇങ്ങനെ പറയുന്നത്, ഇത് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിപ്പാൻ. ഹല്ലേലൂയ.
പൗലോസ് പറയുകയാണ്, നാമും അവരെ പോലെ പട്ടുപോകാതിരിക്കാൻ, അല്ലെങ്കിൽ ദുർമോഹികളായതുപോലെ പോകാതിരിപ്പാൻ ഇത് നമുക്ക് ദൃഷ്ടാന്തമായി എഴുതിയിരിക്കുന്ന കാലത്തിൻ്റെ അവസാനമായിരിക്കുന്നത് കൊണ്ട് നമ്മളെ തന്നെ ശോധന ചെയ്യുവാൻ വചനം എഴുതി വച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. താഴത്തേക്ക് വായിക്കുമ്പോഴെല്ലാം പല 5 കാരണങ്ങളോട് പറയുന്നു. അവർ തിന്നാൻ എണീറ്റു, അവർ വികാരികളായിപ്പോയി, സർപ്പങ്ങളാൽ നശിഞ്ഞുപോയി, പരസംഗം ചെയ്തു, ദൈവത്തെ പരീക്ഷിച്ചു, പിറുപിറുത്തു. അവർ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചിട്ട് വന്നിട്ടും അവർ കർത്താവ് വിളിച്ച വിളി എന്താണെന്നോ അവരെ വിളിച്ചു കൊണ്ടുപോയത് എന്തിനാണെന്നോ അവർ ചിന്തിക്കാതെ അവർ വിട്ടുപോയതിലേക്ക്, ആ മിസ്രൈമിലേക്ക് തിരിഞ്ഞ് അത് മതി, അതിലെ നന്മ മതി എന്ന് ആഗ്രഹിച്ച് അവരുടെ ഉള്ളിൽ അത് എപ്പോഴും മിസ്രൈം തന്നെയായിരുന്നു. തിരിഞ്ഞ് കർത്താവ് വിളിച്ച ആ ലക്ഷ്യത്തിലേക്ക് നോക്കാതെ അവർ മിസ്രൈമിൽ തന്നെ അവരുടെ ആഗ്രഹങ്ങൾ, ഇഷ്ടങ്ങളെല്ലാം അവർ മോഹിച്ചത് മിസ്രൈമായിരുന്നു എന്ന് വചനം പറയുകയാണ്. അവർ തിരിഞ്ഞ് വിട്ടതിലേക്ക് തിരിഞ്ഞു പോയെന്നാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ. നമ്മളോടും പറയുകയാണ്, അവർ പോയത് അവർ നാമും ദുർമോഹികളാകാതിരിക്കാൻ വേണ്ടി പറയുകയാണ്. ഹല്ലേലൂയ. ഇന്ന് കർത്താവിൻ്റെ മേശയിലേക്ക് നമ്മളെ കരങ്ങൾ നീട്ടുമ്പോൾ, ഇന്ന് കർത്താവ് നമ്മളെ വിളിച്ച വിളി എന്താണെന്ന്, നമ്മളെ വിളിച്ചത് എന്തിനാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമുക്കും ഇതേപോലൊരു യാത്രയുണ്ട്. കർത്താവ് നമ്മുടെ നടുവിലിരുന്നും കൊണ്ട് നമ്മളെ നയിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോഴും നമ്മൾ ഈ ലോകത്തിൽ പെട്ടുപോകരുത്. നമ്മുടെ ആഗ്രഹം ഈ ലോകമായിരിക്കരുത്. ലോകത്തെ സ്നേഹിക്കുന്നവർ ദൈവത്തിൻ്റെ ശത്രുവാണെന്നാണ് വചനം പറയുന്നത്. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, വ്യഭിചാരികളെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്നാണ്. ദൈവം നമ്മളെ വിടുവിച്ചത് ഈ ലോകം തരാനോ ഈ ലോകത്തിലെ നന്മകളൊന്നും തരാൻ വേണ്ടിയിട്ടല്ല. നമ്മളെ കർത്താവിനെ അവൻ കാർവിൽ കുരിശ് മരിച്ചത് ദൈവത്തോട് നിരപ്പിക്കാനാണ്. എന്നാൽ ഇവിടെ വചനം പറയുകയാണ്, ലോകത്തെ സ്നേഹിക്കുന്നവരെല്ലാം ശത്രുക്കളായി മാറുന്നു എന്നാണ്. ഹല്ലേലൂയ. ഇന്ന് ലോകത്തെ നമ്മൾ സ്നേഹിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി കാൽവരി കുരിശ് മരിച്ചത് നമ്മൾ മറന്നുപോവുകയാണ്. ഹല്ലേലൂയ. റോമർ 5:10 പറയുന്നത്, ദൈവത്തോട് നമ്മോട് അവൻ നിരപ്പിച്ചു, ക്രിസ്തു മുഖാന്തരം നമ്മെ നിരപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ടും നമ്മൾ പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും എല്ലാം പലപ്പോഴും ഈ ലോകത്തിലേക്ക്, ഈ ലോകമോഹങ്ങളിലേക്ക്, ലോകത്തിൻ്റെ ജീവിതത്തിലേക്ക് പലപ്പോഴും നമ്മൾ ജീവിച്ചു പോകുന്നു. പൗലോസ് പറഞ്ഞതുപോലെ ഒരു വാക്യം ഞാൻ ഓർക്കുന്നു, അവർ കൂടി വരുന്നത് പലപ്പോഴും അവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടായിരുന്നു. ഹല്ലേലൂയ. അവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ്, താൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ കൂടി വന്നു എന്നൊക്കെ വചനം പറയുന്നത്. പലപ്പോഴും നമ്മൾ കൂടി വരുമ്പോഴെല്ലാം നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയായി മാറുന്നുണ്ട്. എന്നാൽ ഇന്ന് നമ്മളെ തന്നെ പരിശോധിക്കാം. നമ്മൾ എടുത്ത് വിളിച്ചത് കാൽവരി ക്രൂശ് യാഗമായത് എന്തിനെന്നുള്ള ബോധ്യത്തോടെ നമുക്ക് കർത്താവിൻ്റെ മേശയിലേക്ക് കരങ്ങൾ നീട്ടാം. നമ്മുടെ ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ എന്തെങ്കിലും ഈ ലോകത്തിലായി പോയിട്ടുണ്ടോ, മോഹത്തിലായി പോയിട്ടുണ്ടോ, നമ്മുടെ മോഹം ഇവിടെയാണോ എന്ന് നമുക്കൊന്ന് ചിന്തിച്ചുകൊണ്ട് പരിശോധിച്ചുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ മേശയിലേക്ക് കരങ്ങൾ നീട്ടാം. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളിന്ന് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ, കർത്താവിൻ്റെ മേശ ഞങ്ങളുടെ മുമ്പിലിരിക്കുമ്പോൾ, ഇന്ന് കർത്താവെ ഞങ്ങളെ തന്നെ ഞങ്ങളിന്ന് പരിശോധിക്കുന്ന കർത്താവെ തന്നെ ശോധന ചെയ്തുകൊണ്ട്, ഞങ്ങളെ തന്നെ വിലയിരുത്തിക്കൊണ്ട്, ഞങ്ങളെ തന്നെ വിധിച്ചുകൊണ്ട് കർത്താവിൻ്റെ മേശയിലേക്ക് കരങ്ങൾ നീട്ടുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. പലപ്പോഴും കർത്താവെ കർത്താവ് വിളിച്ച വിളി എന്താണെന്നുള്ള കർത്താവ് ബോധ്യം പലപ്പോഴും ഇല്ലാതെ ഞങ്ങൾ ജീവിച്ചതെല്ലാം കർത്താവ് ഈ ലോകത്തിൽ നന്മകൾക്ക് നോക്കി, അല്ലെങ്കിൽ ലോകത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓടി നടന്നെന്ന് ഞങ്ങൾ അറിയുന്നപ്പാ. ഇന്ന് ക്ഷമ പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ മേശയിലേക്ക് ഞങ്ങളെ കരങ്ങൾ നീട്ടുമ്പോൾ, കർത്താവ് അങ്ങ് വിളിച്ചിരിക്കുന്ന ആ നിത്യത, ആ ലക്ഷ്യം വെച്ചുകൊണ്ട് കർത്താവ് ഓടുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കർത്താവ് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി ശിഷ്യന്മാർക്ക് കൊണ്ടുവരുത്തോണ്ട് പറഞ്ഞു, ഇതെൻ്റെ ശരീരമാകുന്നു, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന്. അപ്രകാരം തന്നെ പാനപാത്രം എടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് രക്തത്തിൽ എൻ്റെ പുതിയ നാമമാകുന്നു. ആമേൻ. ഇങ്ങനെ കർത്താവിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുമ്പോഴൊക്കെയും കർത്താവിൻ്റെ വരവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് ഈ അപ്പം തിന്നുമ്പോഴും പാനപാത്രം കുടിക്കുമ്പോഴൊക്കെയും കർത്താവിനെ നമ്മൾ പരിശോധിച്ചുകൊണ്ട്, ശരീരത്തെ പരിശോധിച്ചുകൊണ്ട്,
നമ്മൾ കർത്താവിൻ്റെ മേശയിലേക്ക് കരങ്ങൾ നീട്ടണം. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുന്നവൻ തന്നെത്താൻ പരിശോധിച്ചില്ലെങ്കിൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി പലരും രോഗികളായിരിക്കുന്നു, ബലഹീനരായിരിക്കുന്നു, അനേകർ നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. ആമേൻ. കർത്താവിൻ്റെ മേശയിലേക്ക് കരങ്ങൾ നീട്ടുവാനുള്ള അവസരം, ജലത്താൽ സ്നാനപ്പെട്ട് ദൈവത്തിൻ്റെ മനുഷ്യരുടെ മുമ്പിൽ നല്ല മനസാക്ഷിയോടെ ജീവിക്കുന്ന ഏവർക്കും ഇതിലേക്ക് കരങ്ങൾ നീട്ടുവാൻ അർഹതയുണ്ട്, അവകാശമുണ്ട്. ഇപ്പോൾ കർത്താവിൻ്റെ ദാസന്മാർ വന്ന് ഇതിൽ ശുശ്രൂഷയെ സഹായിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു നിമിഷം എല്ലാ കണ്ണുകൾ പഠിച്ചോട്ടെ. ഇന്ന് പകലും മാറ്റമില്ലാത്ത ദൈവവചനം കേൾക്കേണ്ടതിന് ആ സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന, എന്നെ രക്ഷിപ്പാനും എന്നെ ശിക്ഷിപ്പാനും കഴിയുന്ന, എൻ്റെ നിത്യത എവിടെ കഴിപ്പാൻ എന്ന് കഴിയുന്ന ആ സ്വർഗീയ വചനം കേൾക്കുവാൻ അവിടുത്തെ മനസ്സ് ഞങ്ങൾക്ക് പകർന്നു തരുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. മത്തായി പറഞ്ഞതുപോലെ, എന്നെ കർത്താവേ കർത്താവ് എന്ന് വിളിക്കുന്നവനുമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ. അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ, അത് അറിയുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം, കണ്ടെടുക്കാം. പിതാവ്, ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സഭയായി തിരുമുലയിൽ കടന്നു വരികയാണ്. കർത്താവേ, ഇന്ന് പകൽ ഈ കർത്തൃ ദിവസത്തിൽ ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അങ്ങേ ആരാധിപ്പാനും അങ്ങ് തന്ന നന്മയുടെ ഓഹരിയിൽ നിന്ന് അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി വിതറുവാനും, കർത്താവെ അങ്ങയുടെ മക്കളെന്ന്, ഒരപ്പൻ്റെ മക്കളെന്ന് വിളിച്ചു പറയാൻ ആ മേശയിൽ നിന്ന് ഭക്ഷിക്കുവാനും, കർത്താവ് തുടർന്ന് മാറ്റമില്ലാത്ത വചനം കേൾപ്പാനൊക്കെ ആയിട്ട് ഞങ്ങൾ പകൽക്കാലം തിരുമലയിൽ കടന്നു വരികയാണ്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഹൃദയങ്ങളും ശാന്തമായി തീരുവാൻ ഞാൻ സ്വർഗത്തോട് അപേക്ഷിക്കുകയാണ്. കർത്താവെ, ഹൃദയം നല്ല നിലമാക്കി മാറ്റി ആ ദൈവഹിതം അവിടുത്തെ കരം കൊണ്ട് എഴുതിയെടുക്കുവാൻ, ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു പ്രകാശമായി തീരുവാൻ, തിരുവചനത്തിൽ നിന്ന്, ബൈബിളിൽ നിന്ന് ആ വചനം എഴുന്നേറ്റ് വന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വാസം ചെയ്യുവാൻ ഞങ്ങളിത് വളരെ വാഞ്ചയോടെ അങ്ങയുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. കർത്താവ്, അവിടെ നിന്നാണ് ഞങ്ങളുടെ കർത്താവ്, അവിടെ നിന്നാണ് ഞങ്ങളുടെ രക്ഷകൻ. ഇന്ന് പകൽക്കാലം ആ വചനം ഞങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കി തരുന്ന കൃപക്കായി നന്ദി പറയുന്നു. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. കർത്താവദാസൻ പറഞ്ഞതുപോലെ വചനം വായിക്കാൻ ഞങ്ങൾ എല്ലാവരും ഉത്സാഹിപ്പിക്കുക. നമ്മളെല്ലാവരും കഴിയുമെങ്കിൽ നിങ്ങൾ തമ്മിൽ വിളിച്ച് വചനം വായിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക. ഇച്ചിരി ഡിലേ ആണ് നമ്മുടേത്. വചനം വായിക്കാൻ തമ്മിൽ വായിക്കുവാൻ നിങ്ങൾക്ക് കർത്താവ് പ്രേരിപ്പിക്കുന്നുവെങ്കിൽ നമ്മളും വായിക്കുക, മറ്റുള്ളവരെ വായിക്കുവാൻ പ്രേരിപ്പിക്കുക. കാരണം വചനമില്ലെങ്കിൽ നിൽക്കാൻ കഴിയത്തില്ല. ഞാൻ രാവിലെയും പറഞ്ഞു, ഇപ്പം ഏലൂരും അവിടുത്തെ സഭയിലും പറഞ്ഞിട്ടാണ് വന്നത്. കാരണം പരിശുദ്ധാത്മാവിന് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കണമെങ്കിൽ, എൻ്റെ വാക്ക് വീണ്ടും ആവർത്തിക്കാം, പരിശുദ്ധാത്മാവിന് എന്നെ ഉപയോഗിക്കണമെങ്കിൽ, എന്നിലൂടെ പ്രവർത്തിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് അകത്തെ വചനത്തിൽ നിന്ന് മാത്രമേ ചെയ്യത്തുള്ളൂ. കാരണം യഹോവയായ ദൈവം ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്നത് പുത്രനെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ്. പരിശുദ്ധാത്മാവ് ഈ ലോകത്തിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ അകത്ത് വന്ന കർത്താവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പോൾ വചനം നമ്മുടെ അകത്ത് വന്നാൽ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ കർത്താവിന്, പരിശുദ്ധാത്മാവിന് നമ്മെ ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ. ഞാൻ പറയട്ടെ, എന്നെ ഉപയോഗിക്കണമേ എന്ന് എത്ര പറഞ്ഞിട്ട് കാര്യമില്ല. ഉപയോഗിക്കണമെങ്കിൽ വചനം ആ പുസ്തകത്തിൽ, കയ്യിലിരിക്കുന്ന പുസ്തകത്തിൽ നിന്ന് എഴുന്നേറ്റ്, അല്പ സൗണ്ട് കൂട്ടാമോ, കൊണ്ടുപോയിരിക്കുക, നോക്കി, ബൈബിളിൽ നിന്ന് ആ വചനം എഴുന്നേറ്റ് നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് വാഴാൻ തുടങ്ങണം. ഞാൻ പറഞ്ഞത് കേട്ടു നിങ്ങൾ? കുഴപ്പമില്ല, സ്വരത്തിൽ പോയതുകൊണ്ടാ രാമനും കേട്ടില്ല, ഒന്നും കേട്ടില്ല. അതാണേ, നോക്കി, ബൈബിളിലെ വചനം എഴുന്നേറ്റ് വന്നിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് വാഴുന്നുവെങ്കിൽ നിങ്ങൾ സാക്ഷാൽ ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവരാജ്യം നിങ്ങളുടെ അകത്ത് വന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. നിങ്ങൾ ദൈവരാജ്യം അവകാശമാക്കിയിരിക്കുന്നു. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഈ വരും ദിവസങ്ങളിൽ എല്ലാവരും ബൈബിൾ വായിക്കുവാൻ, പ്രത്യേകിച്ച് ഈ വർഷം കൊണ്ട് തന്നെ നമുക്ക് ബൈബിൾ 66 പുസ്തകവും വായിച്ചു തീർക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുക. കാരണം വചനമില്ലാത്തതിൻ്റെ പ്രശ്നമാണ് നമ്മുടെ പ്രശ്നം. നമുക്കെല്ലാം ഉണ്ട്, കൂട്ടായ്മയുണ്ട്, LED സ്ക്രീനുണ്ട്, അല്ലേ, ചോറും കറിയും ചിക്കനും ബീഫും ഒക്കെ നമുക്കെല്ലാം ഉണ്ട്, എല്ലാ സൗകര്യവും നമുക്കുണ്ട്. പക്ഷെ ഇല്ലാത്തത് വചനം മാത്രമാണ്. ഹല്ലേലൂയ. അതും കൂടി നമ്മൾ പ്രാപിച്ചാൽ
കർത്താവ് നമ്മളെ ശക്തമായിട്ട് ഉപയോഗിക്കും. ഓക്കെ, കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിലേക്ക് മടങ്ങി വരാം. വേഗത്തിൽ സമയം ഒരുപാട് മുന്നോട്ട് പോയി. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എൻ്റെ കിരീടധാരണ ദിവസം, മൈ കൊറോണേഷൻ ഡേ അല്ലേ? നമുക്ക് ലഭിച്ച ബൈബിളിൽ ഒട്ടനവധി ചെറിയതും വലുതുമായ വാഗ്ദത്തങ്ങൾ, അവകാശങ്ങൾ നമുക്കുണ്ട്. ഹല്ലേലൂയ. അതിലൊരു അംശം മാത്രമേ ഞാനിപ്പോൾ നിങ്ങളോട് കുറച്ച് മാസങ്ങൾ തന്നെയായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ചെറിയൊരു അംശം, ഒരു ചെറിയൊരു അംശം മാത്രമേ ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളൂ. അതിലൊരു അവകാശവും വാഗ്ദത്തവുമാണ് ദൈവം നമുക്ക് തരാൻ പോകുന്ന കിരീടധാരണ ദിവസം. എനിക്ക് അതിൻ്റെ മോള് പറഞ്ഞപ്പോൾ ഏറ്റവും അധികം ഞാനത് തന്നെ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. ഏറ്റവും അധികമായിട്ട് കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾ നാം പ്രാപിച്ചെടുക്കുക. നമുക്കിവിടെ ക്ലെയിം ചെയ്ത് പിടിച്ച് പറിച്ച് നമ്മുടെ അവകാശങ്ങളൊക്കെ വാങ്ങാൻ നമുക്ക് മിടുക്കന്മാരും മിടുക്കിമാരുമാണ് നമ്മൾ. വേണ്ടിയില്ല, നമ്മുടെ ഇവിടുത്തെ അവകാശങ്ങളും വാഗ്ദത്തങ്ങളും പിടിച്ച് പറിച്ചെടുക്കാനൊക്കെ ആയിട്ടല്ലേ ക്ലെയിം ചെയ്ത് മേടിക്കുക. എങ്ങനെയാ? അങ്ങനെയല്ലേ? സ്ഥിരം കേൾക്കുന്നതുകൊണ്ട് പറഞ്ഞ ക്ലെയിം ചെയ്ത് മേടിക്കുക നമ്മളൊക്കെ മിടുക്കന്മാരും മിടുക്കിമാരുമാണ്. പക്ഷെ അത് മേടിക്കുവാൻ നമ്മൾ ഇത്തിരി പുറകിലേക്കാണ്. അപ്പോൾ ഇതൊക്കെ നശിക്കുന്ന നന്മകളാണ്. പക്ഷെ നശിക്കാത്ത നന്മയ്ക്ക് വേണ്ടി നമ്മുടെ ഹൃദയങ്ങളും വാഞ്ചകളും ആഗ്രഹങ്ങളും ക്ലെയിം ചെയ്യുന്നതൊക്കെ അതിനു വേണ്ടിയാകാം കൂടുതൽ. ഇത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ഇതൊക്കെ നമ്മുടെ പുറകെ വന്നോളൂന്നേ. കർത്താവ് നിങ്ങൾ സഹായിക്കട്ടെ. നമ്മൾ വായിച്ച കുറിവാക്യം എങ്ങനെ? ജയിക്കുന്നവൻ എന്നോട് കൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ വരം നൽകിയതുപോലെ ഇരിക്കാൻ വരം നൽകും, ഞാനും ജയിച്ച എൻ്റെ പിതാവിനോട് കൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ ദൈവം നമ്മെ വിളിച്ചിരിക്കുക. യേശു ജയിച്ച പിതാവിൻ്റെ സിയോണിൽ, സ്വർഗീയ സിയോണിൽ ഇരുന്നതുപോലെ ഏറ്റവും വലിയ വാഗ്ദത്തം, പിതാവിൻ്റെ ഭവനം, പിതാവിൻ്റെ, ഞാൻ പുതിയ യെരൂശലേമിനെ കുറിച്ചോ പുതിയ ഭൂമിയെക്കുറിച്ചോ ഒന്നുമല്ല പറയുന്നത്. അതിനപ്പുറമായി പിതാവ് വസിക്കുന്ന ഭവനത്തെക്കുറിച്ച് പറയുക. പുതിയ യെരൂശലേം എന്നൊക്കെ പറയുന്നത് ഒരു പട്ടണം മാത്രമാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പുതിയ ഭൂമിയിലെ ഒരു പട്ടണം മാത്രമാണതെല്ലാം. അതിനപ്പുറത്ത് നമ്മുടെ പിതാവ് വസിക്കുന്ന ഒരു ഭവനമുണ്ട്, സ്വർഗീയ സിയോൺ. ഹല്ലേലൂയ. അവിടെ പിതാവിൻ്റെ അടുക്കൽ ജയാളിയായി കർത്താവ് ഒരുക്കുകയാണ്. അവിടെ കർത്താവ് നമ്മയും വിളിക്കുന്നത്, നിങ്ങളും ജയിച്ച് എൻ്റെ സിംഹാസനത്തിലേക്ക് വിളിച്ചിരിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു, മലയാളം ബൈബിളിലെ പല വാക്കുകളൊക്കെ മാറ്റപ്പെട്ടു. ദൈവം നമ്മെ രാജ്യവും പുരോഹിതമായി വിളിച്ചിരിക്കുന്നു, രാജ്യമല്ല നമ്മളെ രാജാക്കന്മാരായി വിളിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കഴിഞ്ഞ നാളുകളിൽ കണ്ടതാണ്. അത് കർത്താവ് ഇപ്പോൾ രാജാവായിട്ടുണ്ടോ? ഇല്ല, അവൻ രാജാവാകാൻ പോകുന്നതേ ഉള്ളൂ. അവനിപ്പോൾ രാജാവാണ് ആത്മമണ്ഡലങ്ങളിൽ, അല്ലേ? അവൻ രാജാവാകാൻ പോകുന്നതേ ഉള്ളൂ. അവൻ രാജാവാകുമ്പോൾ നമ്മൾ രാജാക്കന്മാരാകുമെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു പോയ കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതിലേക്ക് മാത്രം തിരിച്ചു വരാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ 7000 വർഷത്തിനകത്ത് ഭൂമിക്കകത്തൊരു പ്രൊജക്റ്റ് നടക്കുന്നുണ്ട്. സ്വർഗവും ഭൂമിയും പിന്നെയും ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്ന മനോഹരമായ പ്രൊജക്റ്റ്. അതിലേക്ക് ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം നമ്മൾ വീണ്ടും കേൾക്കാൻ പോകുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച് അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്: നമ്മൾ കർത്താവ് എപ്പോഴാണ് രാജ്യത്വം പ്രാപിക്കാൻ പോകുന്നുവെന്ന് നമ്മൾ കണ്ടായിരുന്നു, അല്ലേ? 7ാമത്തെ കാഹളം ഊതുമ്പോൾ ഈ ഭൂമിയിൽ കർത്താവ് യെരൂശലേം ആസ്ഥാനമാക്കി തൻ്റെ സിംഹാസനം കെട്ടി, അവൻ തൻ്റെ ആലയം കെട്ടി, തൻ്റെ കൊട്ടാരം കെട്ടി അതിൽ വാഴുമ്പോൾ, അവൻ രാജാതിരാജാവായി വാഴുമ്പോഴാണ് അവൻ യഥാർത്ഥമായ ഭൂമിയെ രാജാവായി വാഴാൻ വരുന്നത്. ഓക്കെ, എന്നാൽ നമ്മുടെ വിഷയമാണ് ഇവിടുത്തെ വിഷയം. ദൈവം നമ്മളെ എങ്ങനെ വിളിക്കുന്നു എന്നുള്ള ചോദ്യമാണ്. നമ്മൾ അതിലേക്ക് കടന്നു വരികയാണ്. ഇനി ഇതുള്ള ദിവസങ്ങൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. ദൈവം മത്തായി 6:33 കർത്താവ് നമ്മോട് രക്ഷിക്കപ്പെട്ട നമ്മോട് ആദ്യം പറഞ്ഞത് എന്താ? മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും. നമ്മുടെ രക്ഷ എവിടെയായിരിക്കുന്നത്? നമ്മുടെ അവകാശങ്ങൾ എവിടെയായിരിക്കുന്നത്? നമ്മുടെ വാഗ്ദത്തങ്ങൾ എവിടെയായിരിക്കുന്നത്? നമ്മുടെ സംരക്ഷണം എവിടെയായിരിക്കുന്നത്? നമ്മുടെ സമാധാനം എവിടെയായിരിക്കുന്നത്? നമ്മുടെ വിളികളും തിരഞ്ഞെടുപ്പും എവിടെയായിരിക്കുന്നത്? വേണ്ടിയില്ല നിങ്ങൾ ഇനിയും പറയാം, വന്നുകൊണ്ടിരിക്കും. പറയൂ, നമ്മുടെ രക്ഷ എവിടെയായിരിക്കുന്നത്? മറന്നു പോകരുത്. ഒരു പുതിയ നിയമ ഭക്തന്റെ രക്ഷയും അവൻ്റെ നിത്യതയും അവൻ്റെ സകലതും ഇരിക്കുന്നത് ദൈവരാജ്യത്തിനകത്താണ്. മറന്നു പോകരുത്. വാക്യം നിങ്ങളുടെ ഹൃദയത്തിൽ അടിവരയിട്ട് കുറിച്ചിട്ടേക്കണം. ഇവിടെയല്ലത്. നമ്മുടെ വീണ്ടും ജനനം, രക്ഷ വീണ്ടും ജനനം മുതൽ നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ കൃപാവരങ്ങളും നമ്മുടെ എല്ലാം ദൈവം ആക്കി വെച്ചിരിക്കുന്ന മുഴുവനും ദൈവ രാജ്യത്തിൻ്റെ അകത്താണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത്
ദൈവരാജ്യത്തിനകത്താണ്. നമ്മുടെ ഈ ശരീരം, ഈ കാണുന്ന അല്ലേ, ഈ 67 കിലോ തൂക്കമുള്ള, അല്ലെങ്കിൽ എല്ലാം ബ്ലഡും വെള്ളമൊക്കെ കളഞ്ഞാൽ ബാക്കി 28 കിലോ മാത്രം തൂക്കമുള്ള പൊടി ഇരിക്കുന്നത് അല്ലേ, ഈ പൊടി, ഈ ശരീരം ഇരിക്കുന്നത് ഈ ലോകത്താണ്. ഇവിടെയാണ് ജനിച്ചത്. ഇതിന് മുഴുവൻ ഇതിനോടാണ് ബോധം, ഇതിനോടാണ് ആഗ്രഹം. എന്നാൽ നമ്മുടെ അകത്ത് വീണ്ടും ജനിപ്പിച്ച ഒരു ദൈവപുത്രനുണ്ട്. ഞാൻ യേശുവിനെ കുറിച്ചല്ല പറയുന്നത്, നമ്മെക്കുറിച്ച്. ഹല്ലേലൂയ. നമ്മുടെ അകത്ത് വീണ്ടും, ഞാൻ അതിനെക്കുറിച്ച് ക്ലാസ് പിന്നീട് വരും. നമ്മുടെ അകത്ത് വീണ്ടും ജനിച്ചിരിക്കുന്ന ദൈവപുത്രൻ, അവൻ രക്ഷിക്കപ്പെട്ടത് എവിടെയാ? വീണ്ടും ജനിച്ചത് എവിടെയാ? അവൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് എവിടെയാ? കൃപാവരങ്ങൾ പ്രാപിച്ചത് എവിടെയാ? അവന്റെ സംരക്ഷണവും അവകാശങ്ങളും അവന്റെ എല്ലാം ഇരിക്കുന്നത് എവിടെയാ? ദൈവരാജ്യത്തിനകത്ത്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അതുകൊണ്ട് ആ കർത്താവ് രക്ഷിക്കപ്പെട്ടവരോട് ആദ്യം പറഞ്ഞത്, നിങ്ങൾ പോയി യേശുവിന്റെ നാമത്തിൽ ജീവനമാർഗമുണ്ടാക്കുകയല്ല. ഇന്ന് കർത്താവിനെ കൊണ്ട് ജീവനമാർഗമുണ്ടാക്കുന്ന പരിപാടിയാ. ഒന്നും വേണ്ടിയില്ല. ഇന്ന് രക്ഷിക്കപ്പെട്ടാൽ ആദ്യം ചെയ്യുന്ന പരിപാടി നമുക്ക് ജീവിക്കാനുള്ള മാർഗമുണ്ടാക്കുകയാണ്. നമ്മൾ പിന്നെ വലിയ ഡയലോഗ് നമ്മൾ ഇറക്കും, ഇത് കിട്ടിയാൽ അതിൻ്റെ ദശാംശം കർത്താവിനുള്ളത് അല്ലേ. എന്താ മിണ്ടുന്നില്ലല്ലോ നിങ്ങൾ അല്ലേ? കർത്താവിൻ്റെ ബിസിനസ് വളർത്തിയാൽ അതിന് ദശാംശം നിനക്കുള്ളത്. നല്ല പരിപാടി അത്. കാരണം ഒരു പാർട്ട്ണറെ വിളിച്ചാൽ, അല്ലേ, ഷെയറിന് ഒരു പാർട്ട്ണറെ വിളിച്ചാൽ നമുക്ക് 100 രൂപ കിട്ടിയാൽ 50 അവന് കൊടുക്കണം അല്ലേ. ഈ കർത്താവിനെ പിടിച്ചിരുത്തിയാൽ 50 കൊടുക്കണ്ട, 10 കൊടുത്താൽ മതി. വളരെ സിമ്പിൾ പരിപാടിയാണ്. ഒന്നും മിണ്ടിയില്ല. വളരെ അല്ലേ, നമ്മൾ മനുഷ്യനല്ലേ, ആദാമിൻ്റെ മകനാണ് നമ്മ. നല്ല സൂത്രങ്ങൾ നമുക്കുണ്ട്. പിന്നെ സൺഡേ മാത്രം സ്തോത്രം അല്ലേ, സൺഡേ വായിൽ സ്തോത്രം, ബാക്കി 6 ദിവസവും ഹൃദയത്തിൽ സൂത്രമായി ജീവിക്കുന്നവർ. നല്ല പരിപാടിയാണ്. പറയേണ്ടി വരുന്നു നമുക്കല്ലേ. അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ കള്ളത്തരവും കാപട്യൊക്കെ മാറ്റി വെച്ചിട്ട്, ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? നമ്മളെ മുഴുവനും അവന് കൊടുക്കുക, നമുക്കുള്ളത് മുഴുവൻ കൊടുക്കവന്, നമ്മുടെ പ്രാണനെ വരെ അവന് കൊടുക്കുക. അവൻ നിങ്ങൾ അനുഗ്രഹിക്കുന്നത് നിങ്ങൾ കണ്ണുകൊണ്ട് കാണും. നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കുന്നത് നിങ്ങളുടെ കണ്ണാൽ കാണും. നിങ്ങളത് ഇവിടെ കുറേ നമ്മൾ 90% നമുക്കും ബാക്കി 10 അവന് കൊടുക്കുമ്പോൾ കർത്താവ് അങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ. ഞാൻ ദുഷ്ടനോട് ദുഷ്ടൻ തന്നെയായിരിക്കും അല്ലെ വായിച്ചിട്ടില്ല നിങ്ങൾ? അത് തന്നെയാ ഞാൻ പലർത്തം നിങ്ങൾക്ക് മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട നമ്മുടെ ഉത്തരവാദിത്വം, ഒന്നാമത് വീണ്ടും ജനിച്ച നമ്മളെ കർത്താവ് ആഗ്രഹിക്കുന്നത് നമുക്ക് ജീവനമാർഗം ഉണ്ടാക്കാനല്ല കർത്താവ് നമ്മെ വിളിച്ചത്, ജീവനെ ഉണ്ടാക്കാൻ വേണ്ടിയാ. അതും ദൈവജീവനെ ഉണ്ടാക്കാൻ വേണ്ടിയാ. ദൈവരാജ്യത്തിനകത്താണ് ആ ജീവൻ ഇരിക്കുന്നത്. എൻ്റെ സകലതും ഇരിക്കുന്നത് അതിനകത്താണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഭണ്ഡാരം. എൻ്റെ ലോക്കർ ദൈവരാജ്യമാണ്. അതിനകത്താണ് എൻ്റെ സമ്പാദ്യം ഇരിക്കുന്നത്, എൻ്റെ അപ്പനിരിക്കുന്നത്, എൻ്റെ കൃപാവരങ്ങൾ ഇരിക്കുന്നത്, സർവസ്വവും അതിനകത്തായിരിക്കുന്നത്. അതുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി കർത്താവ് ഇത്രമാത്രം കിടന്ന് 3.5 വർഷക്കാലം തൊണ്ട കീറി കർത്താവ് പ്രസംഗിച്ചത് അത് മാത്രമാണ്. ശിഷ്യന്മാരെ അടക്കുമ്പോൾ നിങ്ങൾ പോയി പ്രസംഗിക്കാൻ പറഞ്ഞത് ദൈവരാജ്യമാണ്. കാരണം അതാണ് നമ്മുടെ വിലയേറിയ സമ്പാദ്യം. മത്തായി 13-ാം അധ്യായത്തിൽ 7 ഉപമകളെക്കുറിച്ച്, ദൈവരാജ്യത്തിലെ ഉപമകളെക്കുറിച്ച് പഠിച്ചു വരുമ്പോൾ വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധി ഏതാത്? ദൈവരാജ്യം, സ്വർഗരാജ്യം. ഹല്ലേലൂയ. ഓക്കെ, ഞാൻ വിടുകയാണ്, നമ്മുടെ സമയം അത് വിട്ടുപോകുന്നു. നമുക്ക് ഇത് മാത്രം എടുക്കാം. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും. കർത്താവ് നമ്മെ വിളിച്ചത് അവൻ്റെ രാജ്യം അന്വേഷിക്കാൻ വേണ്ടിയാണ്. രാജ്യം മാത്രമല്ല, നീതിയും. ഇവിടെ പറഞ്ഞ നീതി നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി വിളിച്ച നീതിയല്ല, ഇത് ലോ ആൻഡ് ഓർഡറാണ്. ദൈവരാജ്യത്തിനകത്ത് ഒരു നിയമങ്ങളുണ്ട്. ഓക്കെ, ഒന്ന് അവിടെ രാജാവുണ്ട്. എവിടെയാ? ദൈവരാജ്യത്തിനകത്ത് ഒരു രാജാവുണ്ട്. ദൈവരാജ്യത്തെക്കാൾ വലുതാണ് രാജാവ്. ആണോ ഇല്ലയോ? അല്ലേ? അതെ അല്ലേ? ദൈവരാജ്യത്തെക്കാൾ വലുതാണ് രാജാവ് അല്ലേ? അങ്ങനെയെങ്കിൽ രാജാവുണ്ട്, അവിടെ രാജകീയ സിംഹാസനങ്ങളുണ്ട്, നിയമഘടനകളുണ്ട്, പ്രജകളുണ്ട്, കോടതികളുണ്ട്, ന്യായവിധികളുണ്ട്, ഭരണ സംവിധാനങ്ങളുണ്ട്, അധികാര നിയമനങ്ങളുണ്ട്. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ വിഷയത്തിലേക്ക് വരിക. നമ്മുടെ വിഷയം എൻ്റെ കിരീടധാരണ ദിവസമാണ്. അത് ഞാൻ അതിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ദൈവം നമ്മോട് പറഞ്ഞത്, നിങ്ങളുടെ രാജ്യവും നീതിയും ആദ്യം അന്വേഷിക്കണം.
ഹല്ലേലൂയ. അതിനകത്താണ് നമ്മുടെ സകലവും ഇരിക്കുന്നത്. അത് അന്വേഷിച്ചാൽ ഇതെല്ലാം നിങ്ങളുടെ പുറകെ വരും. നിങ്ങളുടെ ബൈബിൾ അങ്ങനെ തന്നെയല്ലേ? ആണോ? ആയിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ബൈബിളിൽ അങ്ങനെയാണ്. മറ്റതൊക്കെ ജാതികൾ അന്വേഷിക്കുന്നു. 1 വെച്ച 2 കിട്ടുന്നതും 2 വെച്ച 10 കിട്ടുന്നതും അത് ജാതികൾ അന്വേഷിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മെ വിളിച്ചത് അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കാൻ മാത്രമാണ്. നിങ്ങൾ എവിടെ പുതിയ നിയമ പുസ്തകം നിങ്ങൾ 1000 പ്രാവശ്യം ഞാൻ അത്ര വായിച്ചിട്ടുണ്ടാവും, അത്ര അതിൽ കൂടുതൽ അധികം പ്രാവശ്യം വായിച്ചിട്ടുണ്ടാകും. വായിച്ചോ. നമ്മൾ ഭൂമിയിലുള്ള അന്വേഷിക്കുവാൻ ഒരു വാക്കെങ്കിലും അതിൽ കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിൽ ചെയ്യാം. നിങ്ങളുടെ കൈക്ക് പുതിയ നിയമത്തിൽ ക്രിസ്തുവായുള്ള പുതിയ നിയമ ഉടമ്പടിയിൽ, ദൈവം പുത്രനുമായി വെച്ച ഉടമ്പടിയിൽ ഒരു വാക്യം ഈ ലോകത്തിലുള്ള അന്വേഷിക്കുവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഒറ്റ വാക്ക് പോലും അതിനകത്തില്ല. പറഞ്ഞത് മുഴുവനും ദൈവരാജ്യം മാത്രം. നമ്മുടെ അതിനകത്തുള്ള വാക്തത്വങ്ങളും അവകാശങ്ങളും നിയമനങ്ങളും മാത്രമാണ്. നമ്മൾ വഴിതെറ്റിപ്പോയത് കൊണ്ടാണ്, നമ്മുടെ ഹൃദയമോഹത്തിൽ നമ്മൾ വീണുപോയത് കൊണ്ടാണ്. ഹല്ലേലൂയ. എന്നാൽ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവൻ്റെ പുറകെ ഉണ്ടല്ലോ, പുറകെ ഇതെല്ലാം നിങ്ങളുടെ പുറകെ വരുമെന്ന കർത്താവിൻ്റെ വാക്തത്വം. അങ്ങനെയല്ലേ? നിങ്ങൾ ഇന്ന് നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ എന്തുമാകട്ടെ എനിക്കറിയത്തില്ല. നിങ്ങളുടെ കുടുംബജീവിതമാകട്ടെ, ജോലി ഭാരമാകട്ടെ, സാമ്പത്തിക പ്രശ്നങ്ങളാകട്ടെ, രോഗമാകട്ടെ, ഞാൻ ഒന്ന് നിങ്ങളോട് ഒരു ഏറ്റവും വലിയ ദൂത് പറയാം. ഈ ദൂതിൻ്റെ ആളല്ല, ഞാൻ പേടിക്കൊന്നും വേണ്ട, ഞാൻ ഒരു ദൂതിൻ്റെ ആളുമല്ല. പക്ഷെ ഞാനും പ്രവചിക്കാം, നിങ്ങൾ അവൻ്റെ രാജ്യം അന്വേഷിച്ചോ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതും നിങ്ങളെ കഷ്ടപ്പെടുത്തുന്നതൊക്കെ നിങ്ങളുടെ പുറകെ വരും. ഇത് എൻ്റെ കർത്താവിൻ്റെ വാക്കാണ്. പക്ഷേ പുറകെയാ ഒരിക്കലും നമ്മുടെ മുമ്പിൽ ഉണ്ടാകത്തില്ല. നമ്മുടെ മുമ്പിൽ ഒന്ന് മാത്രം, ദൈവരാജ്യം, നമ്മുടെ അപ്പനും അപ്പൻ്റെ ഭവനവും. മറ്റതൊക്കെ പുറകില. ഇന്ന് നമ്മൾ അങ്ങനെയല്ല. ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അടിക്കാൻ പോകുകയാണ്. അടുത്ത വർഷം എനിക്ക് ഡബിൾ ആകണം ബിസിനസ്സിൽ, അടുത്ത വർഷം എനിക്ക് അത് 4 ആക്കണം. എൻ്റെ മുമ്പിൽ ലക്ഷ്യം അതാ. മനസ്സിലാവുന്നുണ്ടോ? അത് പിടിക്കുവാൻ പിശാച് നമ്മളെ ചതിച്ചു കളയും. വഞ്ചിക്കപ്പെട്ടവരാണ്, പിശാചിനാൽ ചതിക്കപ്പെട്ടവരാ ദൈവസഭകളിൽ അനേകരും. വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവസഭകളിൽ അനേകരും പിശാചിനാൽ വഞ്ചിക്കപ്പെട്ടു പോയവരാ. എൻ്റെ വാക്ക് ക്ലിയർ ആണ് നിങ്ങൾക്ക്? അതുകൊണ്ട് ലക്ഷ്യം അതാണ്. നമുക്ക് അത് മാത്രമാണ്. അതിന് വിപരീതമായി ഒരു വാക്ക് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചാൽ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നിങ്ങൾക്ക് എന്തും ചെയ്യാം. ഹല്ലേലൂയ. മറ്റതൊക്കെ പുറകിൽ, ഇവിടെ അതൊന്നും അല്ല എൻ്റെ മുമ്പിൽ ലക്ഷ്യമുണ്ട്. എനിക്ക് അത് അവകാശമാക്കണം. പിന്നെ എടുക്കുക നമ്മൾ അതിനെക്കുറിച്ച് യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിക്കോദെമോസിനോട് പറയുന്നത് പോലെ ദൈവരാജ്യം കാണാൻ കഴിയും. പറയൂ. ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയും. ലേഖനങ്ങൾ മുഴുവനും പഠിച്ച് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം വരെ നീണ്ടു കിടക്കുന്നൊരു കാര്യമുണ്ട്. കാണാനും മാത്രമല്ല, കടപ്പാൻ മാത്രമല്ല, ആ ദൈവരാജ്യം അവകാശമാക്കി എടുക്കുവാനാണ്. അതെവിടെയാണ്, എന്താണ്, എങ്ങനെയാണെന്നൊക്കെ വേറെ കാര്യമാണ്. അതൊക്കെ മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞു വരുന്ന കാര്യം. അപ്പോൾ ഞാൻ നാം തുടങ്ങുകയാണ്. ദൈവം കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. ഹല്ലേലൂയ. അങ്ങനെ അന്വേഷിക്കുന്നവർക്ക് ഉറപ്പായി പറയാൻ കഴിയും, അവനൊന്നിനും കുറവുണ്ടാകത്തില്ല. സകലതും അവൻ്റെ പുറകെ വരും. ഇനി കുറവുണ്ടെങ്കിൽ അത് നമ്മെ പണിയാൻ വേണ്ടിയാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരുപാട് എക്സാമ്പിൾ പറയാൻ ഓടി വരികയാണ് മനസ്സിൽ. ഒരൊറ്റ വാക്യം മാത്രം പറയാം. 14-ാം അധ്യായം ഉൽപ്പത്തി എടുക്കണ്ടാവും. ഉൽപ്പത്തി 14-ാം അധ്യായത്തിൽ സോദോം രാജാവ് പറഞ്ഞു, 5 രാജാക്കന്മാരുടെ ബഹുസമ്പത്ത്, 5 രാജാക്കന്മാരുടെ അറിയാലോ, അപ്പം തന്നെ കോടിക്കണക്കിന് സ്വത്ത്, വെള്ളിയും പൊന്നും എല്ലാം അബ്രഹാം യുദ്ധം ചെയ്ത് പിടിച്ചുകൊണ്ട് വരികയാണ്. സോദോം രാജാവ് പറഞ്ഞു, ഇതെല്ലാം നീ എടുത്തോളാൻ പറഞ്ഞു. സോദോം രാജാവിനോട് അബ്രഹാം ഒരു മറുപടി പറയുന്നുണ്ട്. എന്താണ് മറുപടി? എനിക്ക് VKC ചെരുപ്പിൻ്റെ ഒരു വാറ് പോലും എനിക്ക് വേണ്ട. അതാ പാലകൻ ചെരുപ്പിൻ്റെ എന്തുമാകട്ടെ, ഒരു ചെരുപ്പിൻ്റെ ഒരു വാറ് പോലും എനിക്ക് വേണ്ട എന്ന് ആ മനുഷ്യൻ വാ തുറന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ടത് സ്വർഗമാണ്. 14-ലെ ലാസ്റ്റ് വാക്കാമത്. ഇത് ദൈവം അബ്രഹാമിന് കൊടുത്ത ടെസ്റ്റാ. നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഉണ്ടത്, നമുക്കറിയാത്തത് കൊണ്ടാണ്. അബ്രഹാമിന് കൊടുത്ത ടെസ്റ്റ്, നിന്റെ ഹൃദയത്തിൽ ഇത് കാണുമ്പോൾ മഞ്ഞളിച്ചു പോകുമോ എന്നറിയാൻ വേണ്ടി കൊടുത്തതാ. അദ്ദേഹം പറഞ്ഞു, ചെരുപ്പിൻ്റെ വാറ് പോലും എനിക്ക് വേണ്ട.
14 ലാസ്റ്റ് വാക്യം, അടുത്ത വാക്യം 15:1 കർത്താവ് യഹോവയായ ദൈവം അവൻ്റെ മുമ്പിൽ വന്ന് പറയുക, ഞാൻ തന്നെ നിനക്ക് പരിചയം ഫലകമായി തീർന്നിരിക്കുന്നു. ഞാൻ ഇതിൽ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ടെസ്റ്റുകൾ വരികയാണ്. ഹല്ലേലൂയ. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ചില ടെസ്റ്റുകൾ വരും, ചിലർക്ക് ഇല്ലായ്മ വരും. അവിടെയൊക്കെ നിങ്ങൾ ഓർക്കണം, ദൈവം നമ്മെ തള്ളിക്കളഞ്ഞതല്ല, പ്രമോഷനാണ്. നമുക്ക് നമ്മെ നിറക്കുകയാണ്, അവൻ്റെ രാജ്യം നമ്മിൽ നിറച്ചെടുക്കുകയാണ്. നമ്മൾ യേശുവിനെ പോലെയാക്കി മാറ്റുന്നത്, സ്വർഗീയനെ പോലെയാക്കി മാറ്റുകയാണ്. നമ്മളെ ഈ ഭൂമിയിലെ എർത്തിലി ഫാമിലിയിൽ നിന്ന് ആ സ്വർഗീയ ഹെവൻലി ഫാമിലിയിലേക്ക് നമ്മളെ ചേർത്തുകൊണ്ടിരിക്കുകയാണ്. എത്രയേറെ ഹൃദയം ഈ ലോകം വിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. കിലോമീറ്റർ ദൂരമാണോ അതോ കയ്യെത്തും ദൂരത്തിൻ്റെ പിതാവിരിക്കുന്നു, എൻ്റെ വാക്കിൻ്റെ തുമ്പത്തിൻ്റെ പിതാവിരിക്കുന്നു എന്ന് പറയാൻ കഴിയുമോ നിങ്ങൾക്ക്? അനുഗ്രഹിക്കപ്പെട്ടവരായിത്തീരും നിങ്ങൾ. ഹല്ലേലൂയ. നിങ്ങൾ ഇത് മാത്രം ചെയ്താൽ മതി. നിങ്ങളുടെ തലമുറകൾ നിങ്ങൾ ഉപദേശിച്ചില്ലെങ്കിലും അവർ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും. ഒരു ദിവസം അതിനെക്കുറിച്ച് അങ്ങനെ പഠിക്കും. കാരണം നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടാൽ, നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടാൽ നമ്മുടെ മക്കളും വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കും. കാരണം ഇന്ന് നമ്മുടെ ആത്മമണ്ഡലത്തിൻ്റെ മേൽ മുഴുവനും ദുരാത്മാക്കളാണ്. ഇന്ന് ചെയ്യുന്ന പാപം എന്തുമാകട്ടെ, നുണ പറയുന്ന പാപം എന്തെങ്കിലും ആവട്ടെ, അതിൻ്റെ ദുരാത്മാക്കൾ എൻ്റെ തലമുറ എൻ്റെ ആത്മമണ്ഡലത്തിൽ കയറി പിടിച്ചിരിക്കുക. നോക്കിയേ, കുറച്ചു ദിവസം കഴിയുമ്പോൾ എൻ്റെ തലമുറ എൻ്റെ മക്കളെ കയറി പിടിക്കും. ഞാൻ ചെയ്ത അതേ പാപം അവരും ചെയ്യും. അബ്രഹാം ചെയ്തു, അത് തന്നെ ഇസഹാക്കും ചെയ്തു. സ്വന്തം ഭാര്യയെ വിട്ടുകൊടുത്തു വല്ല കിടപ്പറയിലേക്ക്, അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇത് തന്നെ മക്കൾ ചെയ്തു. ഇതൊക്കെ നമ്മൾ ശുദ്ധീകരണം പ്രാപിക്കുമ്പോൾ, നമ്മൾ ദൈവരാജ്യം അന്വേഷിക്കുമ്പോൾ, നമ്മൾ ശുദ്ധീകരിക്കപ്പെടുമ്പോൾ ഇതിൻ്റെ മേലുള്ള സകല ദുരാത്മാക്കളും അവകാശങ്ങളും സകല ശാപങ്ങളും നമ്മളിൽ നിന്ന് മാറിപ്പോകുക. നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും. വേണ്ടിയ കർത്താവ് വിളിച്ചു പറയുന്ന ദൈവരാജ്യം അന്വേഷിക്കുവാൻ. ഞാൻ അതിന് പോകാൻ പറ്റുന്നില്ല. എനിക്ക് ഒന്ന് വിട്ടുപോകാൻ വേണ്ടി ആഗ്രഹിച്ച് കർത്താവ് വിടുന്നില്ല. ഞാൻ ഈ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഒരു തലമുറകൾക്ക് വേണ്ടി നിങ്ങളിന്ന് ത്യാഗം ചെയ്യുക. നിങ്ങൾ തന്നെ കർത്താവിന് കൊടുക്ക്. ദൈവരാജ്യം അന്വേഷിക്ക്. അവനെ നീതിയിൽ ജീവിക്കാൻ പഠിക്കുക. നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അവർക്കൊരിക്കലും നിത്യനഷ്ടമാകത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അവർക്ക് വേണ്ടി വീടുണ്ടാക്കി വെക്കുകയും, അവർക്ക് വേണ്ടി തെങ്ങും തോപ്പുണ്ടാക്കി വെക്കുകയും, അവർക്ക് വേണ്ടി റബ്ബർ എസ്റ്റേറ്റ് വേണ്ടി എല്ലാം ചെയ്യേണ്ടത്. അവർക്ക് വേണ്ടി ചെയ്യേണ്ട ഏറ്റവും വലിയ അനുഗ്രഹം ആത്മാവിൽ വിളിച്ചു പറയുക, നിങ്ങൾ നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ചെയ്യേണ്ട ഏറ്റവും വലിയ അനുഗ്രഹം, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ ആത്മമണ്ഡലത്തിലുള്ള ഈ എല്ലാവിധമായ പാപത്തിനെയും ദുരാത്മാക്കളെ വെട്ടിമാറ്റത്തക്ക വണ്ണം ഒരു വിശുദ്ധീകരണം പ്രാപിച്ചോ, ദൈവരാജ്യം നിങ്ങൾ പ്രാപിച്ചോ, നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അവർക്ക് വേണ്ടി തെങ്ങും തോപ്പ് മേടിച്ചു കൊടുത്താലും റബ്ബറും തോപ്പ് മേടിച്ചു കൊടുത്താലും അവർക്ക് നരകമല്ലാതെ മറ്റൊന്നുമില്ല. കാരണം നമ്മൾ അനുഭവിക്കുന്ന അത് തന്നെ ഈ ദുരാത്മാക്കൾ അവരിലേക്ക് പകരപ്പെട്ടിരിക്കും. സത്യമായി ഞാൻ പറയുന്നത്, അപ്പന്മാർ ചെയ്യുന്ന അതേ പാപം തന്നെ മക്കളും ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അമ്മമാർ ചെയ്യുന്ന അതേ പാപം തന്നെ മക്കളും ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇത് വേദപുസ്തകം പഠിപ്പിക്കുക, ഇത് ഡിനിൽ ഉപദേശമല്ലത്. ഹല്ലേലൂയ. സമർപ്പിക്കാൻ പറ്റുമോ? ഒരു വിഷയം കണ്ണടച്ചാട്ടെ എന്ന് പറഞ്ഞേ, ഞാൻ സമർപ്പിക്കരുത് കർത്താവേ. ഒരു അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾക്ക് വേണ്ടി നമ്മളെല്ലാം കഴിഞ്ഞ നാളുകളൊക്കെ ഒരു പുതിയ യൂത്തിന് വേണ്ടി ആഗ്രഹിക്കുക, തലമുറകൾക്ക് വേണ്ടി ആഗ്രഹിക്കുക. സഭയിൽ നിവർന്നു നിന്ന് കർത്താവിൻ്റെ രാജ്യം പ്രസംഗിക്കുന്ന തലമുറകൾക്ക് വേണ്ടി. പക്ഷേ നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് അതിനേക്കാൾ ആദ്യം അപ്പുറമായിട്ട് നമുക്കൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവൻ നമുക്കാദ്യം ഉണ്ടാകണം. ദൈവരാജ്യത്തിൽ, ദൈവം ഭരിക്കുന്ന രാജ്യത്തിൽ അവൻ്റെ രാജ്യം അന്വേഷിക്കുന്ന ഒരു ജീവൻ നമുക്ക് ആദ്യം ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിലെ കളങ്കങ്ങൾ, പാപങ്ങൾ, പാപത്തിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന എല്ലാ ദുരാത്മ ശക്തികൾ, എല്ലാ ശാപത്തിൻ്റെ മേൽ വ്യാപരിക്കുന്ന എല്ലാ പൈശാചിക രോഗങ്ങളെ നമ്മൾ അവൻ്റെ വചനം കൊണ്ടും ആ ദൈവരാജ്യത്തിൽ ജീവിക്കുമ്പോൾ അതിന് ശക്തിയാലും അത് തകർത്തു കളയുമ്പോൾ നമ്മുടെ തലമുറകളൊക്കെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മമണ്ഡലമുള്ള ഒരു വിശുദ്ധീകരിക്കപ്പെട്ട തലമുറയായി വളർന്നു വരുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, മാനസാന്തരപ്പെട്ട എല്ലാവർക്കുമായി നന്ദി പറയുന്നു. ഒരുപക്ഷെ ഈ ആയുസ് ഒരു സമർപ്പണത്തിൻ്റെയും ഒരു ത്യാഗത്തിൻ്റെയും ആയുസ്സായിരിക്കാം. യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്ന് അവൻ ഈ ആയുസ് ആഘോഷിക്കുകയല്ല, ഈ ലോകമോഹമൻ ആഘോഷിക്കുകയല്ല. അവനൊരു തലമുറകൾക്ക് വേണ്ടി അവൻ്റെ ജീവനെ വെച്ചു കൊടുത്തതുപോലെ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഞങ്ങളുടെ ജീവനെ വെച്ചു കൊടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങളിൽ കർത്താവേ, ഞങ്ങൾ ആ സത്യം തിരിച്ചറിയുവാൻ, കണ്ണാൽ കാണുവാൻ, ഞങ്ങളുടെ തലമുറകളൊക്കെ മടങ്ങി വരുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ.
ഹല്ലേലൂയ. അപ്പോൾ മുമ്പേ അവർ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി നിങ്ങൾ ഇതൊക്കെയും നിങ്ങൾക്ക്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഉണ്ണാനും ഉടുപ്പാനും കുടിപ്പാനും, അത്രയേ ഉള്ളൂ അല്ലേ? നമുക്ക് അതുപോലെ പോരാ. ഇത് പോരൂ, മതി. ഹല്ലേലൂയ. എന്തും അവിടെ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അപ്പോൾ ആ അവൻ്റെ രാജ്യത്തിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ദൈവരാജ്യം എന്ന് പറയുന്ന ഒരു നീണ്ട ക്ലാസ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും അതിനെക്കുറിച്ച്. അതിൽ ദൈവരാജ്യത്തിലെ ഏറ്റവും വലിയ ആളെന്ന് പറയുന്നത് രാജാവ് തന്നെയാണ്, നമ്മുടെ കർത്താവ് തന്നെയാണ്. അതിനപ്പുറത്തൊക്കെ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. വിട്ടുപോകുന്നു, ഞാൻ വേഗത്തിൽ സമയം പോകും നമ്മുടെ. അപ്പോൾ ഈ ദൈവരാജ്യം 3 വ്യത്യസ്തമായ നിലകളിൽ. നമ്മുടെ ഹെഡിങ് എന്താ? എൻ്റെ രാജഭരണം അല്ലെങ്കിൽ എൻ്റെ കിരീടധാരണ ദിവസം അല്ലേ? അതിന് ഞാൻ എങ്ങനെ ഒരുക്കപ്പെടണം എന്നുള്ളതാണ്. ഞാൻ എങ്ങനെ സമ്പാദിക്കാൻ കഴിയും, എനിക്കെങ്ങനെ നേടുവാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ അതിന് കർത്താവ് ആദ്യം പറഞ്ഞു ദൈവരാജ്യം അന്വേഷിക്കാൻ പറഞ്ഞു അല്ലേ? ഈ ദൈവരാജ്യം വ്യത്യസ്തമായ 3 നിലകളിലാണ് വരുന്നത്. 3 നിലകളിൽ. ഒന്ന് സ്പിരിച്വൽ കിങ്ഡം, ആത്മീയ ദൈവരാജ്യം. എൻ്റെ ഉണ്ടോ? നിങ്ങൾ കർത്താവദാസൻ പറഞ്ഞതുപോലെ എല്ലാവരും ബൈബിൾ കൊണ്ടുവരണം. നോട്ട് ബുക്ക് മസ്റ്റാ. പേനയും എഴുതാത്ത മഷിയില്ലാത്ത പേനയല്ല, മഷിയുള്ള പേന. അത് പച്ചയും ചുവപ്പൊക്കെ വാങ്ങാനും കുഴപ്പമില്ല. ഒന്നും മിണ്ടുന്നില്ലല്ലോ. നമ്മൾ കർത്താവിൻ്റെ സഭയായത്. അവൻ പ്രസാദിക്കട്ടെ. അവൻ്റെ വചനത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ ഇഷ്ടമാണത്. ഹല്ലേലൂയ. അതിന് വരും ദിവസങ്ങൾ എഴുതുക. കാരണം ഞാൻ നമ്മുടെ ഈ ബോക്സിനകത്ത് കേൾക്കുന്നതൊക്കെ സമ്പാദിച്ച് വെക്കാം, സ്റ്റോർ ചെയ്ത് വെക്കാം എന്നൊക്കെ പറഞ്ഞ് പണ്ട് ഞാൻ ഇറങ്ങി തിരിച്ച ആളാണ്. പക്ഷേ ഡോറ് വിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ എന്താന്ന് പോലും നമുക്കറിയത്തില്ല. നടു റോഡിൽ എൻ്റെ മൊബൈൽ ഉണ്ട്, എഴുതുന്ന മൊബൈലാണ്. ഞാനത് മേടിക്കാൻ കാരണം ഇപ്പോഴല്ല, ഒരു വർഷങ്ങളായി ഞാനത് പല മോഡൽ മാറി. എങ്കിൽ പോലും ഞാൻ പലപ്പോഴും ഈ വൈറ്റില ജംഗ്ഷനിലോ മറ്റെവിടെയെങ്കിലൊക്കെ റോട്ടിൽ കൂടി പോകുമ്പോഴൊക്കെ കർത്താവിൻ്റെ സ്വരം പലപ്പോഴും കേൾക്കും. കർത്താവ് പലപ്പോഴും വെളിപ്പാടുകൾ നൽകും. പലപ്പോഴും ഞാൻ വിചാരിക്കും എന്നാൽ സൈറ്റിൽ പോയിട്ട് അല്ലെങ്കിൽ അവിടെ പോയിട്ട് അല്ലെങ്കിൽ മറ്റൊരാളെ കാണുമ്പോൾ അവിടെ പോയിട്ട് ഫ്രീ ആയിട്ട് എഴുതി വെക്കാന്നൊക്കെ പറയും. എത്ര പ്രാവശ്യം എന്നറിയാമോ? എന്തോരം മുത്തുകളായിരിക്കും നഷ്ടമായെന്നറിയാമോ? അതുകൊണ്ട് നടു റോട്ടിലാണെങ്കിൽ വണ്ടി ഇടിച്ച് ചാകേണ്ടി വന്നാലും കുഴപ്പമില്ല, ഞാൻ അവിടെ നിന്ന് എഴുതിയിട്ടേ പോകത്തുള്ളൂ. ഞാൻ നിങ്ങൾക്ക് അർത്ഥം പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? പലപ്പോഴും ഇപ്പോഴേ മൊബൈലും പണ്ടൊക്കെ മൊബൈലില്ലാത്ത ആ സമയങ്ങളിലൊക്കെ നോട്ട്ബുക്ക് രാവിലെ എഴുന്നേറ്റ് വചനം എഴുതി വെക്കും, എന്നിട്ട് പോക്കറ്റിലിടും. ഇതുപോലെ റോട്ടിൽ കൂടി പോകുമ്പോഴും ബ്ലോക്ക് വരുമ്പോഴൊക്കെ ആ എടുത്ത് പോക്കറ്റിൽ നോക്കും, വചനം വായിക്കും, പോക്കറ്റിലേക്ക് ഇടും, അത് ധ്യാനിച്ചുകൊണ്ട് പോകും. സ്വർഗത്തിൽ നിന്ന് പൊട്ടിമുളച്ചതല്ല ഇതേ സ്വർഗത്തിൽ നിന്ന് നേരെ പൊട്ടിമുളച്ച് വന്നതല്ല. മനസ്സിലായവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ഇതുപോലെ നമ്മുടെ ആഗ്രഹമാണ്, കർത്താവിനുള്ള ആഗ്രഹമാണത്. അങ്ങനെയല്ലേ? പറയാൻ മടിക്കണ്ട. ഓക്കെ. അപ്പോൾ ഒന്ന് സ്പിരിച്വൽ കിങ്ഡം, ആത്മീയ ദൈവരാജ്യം. ഒരു റൂട്ടിൽ കൂടി ഒരേ വഴി കൂടി പോയിക്കൊണ്ടിരിക്കുക. 2 ലിറ്ററൽ കിങ്ഡം, അക്ഷരികമായ ദൈവരാജ്യം. മനസ്സിലാവുന്നുണ്ടോ? 3 എറ്റേണൽ കിങ്ഡം, നിത്യരാജ്യം, പിതാവിൻ്റെ രാജ്യം, പല പേരുകൾ അറിയപ്പെടും അത്. ഓക്കെ. ഇതാണ് വ്യത്യസ്തമായ 3 നിലകളിൽ. ഇതിൽ സ്പിരിച്വൽ കിങ്ഡത്തിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ രാജാവായി വാഴുവാൻ, എറ്റേണൽ കിങ്ഡത്തിൽ, അക്ഷരിക രാജ്യത്തിൽ വാഴുവാൻ കഴിയത്തുള്ളൂ. വാക്കുകൾ ഒന്നുകൂടെ ആവർത്തിക്കാം. ഇപ്പോൾ മോള് പറഞ്ഞ വാക്യത്തിലേക്ക് മടങ്ങി വരാൻ പോവുകയാണ്. ഇപ്പോൾ സ്പിരിച്വൽ ആത്മീയ കിങ്ഡത്തിൽ നാം ഇരിക്കുന്നുവെങ്കിൽ മാത്രമേ നമ്മൾ രാജാക്കന്മാരായി ക്രിസ്തു വാഴാൻ പോകുന്ന കാണത്തക്കവണ്ണമുള്ള ദൈവരാജ്യത്തിൽ രാജാക്കന്മാരായി വാഴുകയുള്ളൂ. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഞാൻ വിട്ടുപോകുകയാണ്. ഇതൊക്കെ പിന്നീട് നമ്മൾ പഠിക്കും അതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് ഇതാ ഇവിടെ എന്നും അതാ അവിടെ എന്നും ഞാൻ പറയില്ല. ലൂക്കോസ് പറയാല്ലേ? പിന്നെ എവിടെയാ ദൈവരാജ്യം ഇരിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ. അവിടെ മലയാളത്തിൽ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. നല്ല കാര്യം, അത് തെറ്റൊന്നുമില്ല. പല ട്രാൻസ്ലേഷൻ 10-100ഓളം ബൈബിൾ ഞാൻ മാറി പരിശുദ്ധ നോക്കിയിട്ട് പല ട്രാൻസ്ലേഷൻ നോക്കിയിട്ടും പലതും സത്യം തന്നെയാണ്. നമ്മുടെ ഇടയിലുണ്ടല്ലോ, ഉണ്ട്. ഇന്നലെ ആ ക്ലാസ്സിൽ വന്നവർക്ക് അറിയാം എന്താണെന്നൊക്കെ. ഹല്ലേലൂയ. നോക്കി, അതിനേക്കാൾ അപ്പുറമാണ് ദൈവരാജ്യം എൻ്റെ ഉള്ളിൽ വരുന്നത് എന്നുള്ളത്. ഇംഗ്ലീഷ് ബൈബിളിൽ ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിതിൻ യു. നിന്റെ ഉള്ളിലുണ്ട്, പുറത്തല്ല. നമ്മുടെ ഉള്ളിൽ, അവിടെയാണ് ആരംഭിക്കേണ്ടത്. സ്പിരിച്വൽ കിങ്ഡമാണത്. രാജാക്കന്മാരാകാൻ പോകുന്നവരെ, എനിക്ക് സന്തോഷമായി. ഇപ്പോഴെങ്കിലും സന്തോഷമായി എനിക്ക്, അല്ലേ? അല്ല, രാജകുമാരിമാരെന്നും വിളിച്ചില്ല ഞാൻ. അങ്ങനെ നിങ്ങൾ മാത്രം സുഖിക്കട്ടെ. രാജകുമാരിമാരെ,
പോരാ, ഇവരെ മുമ്പിൽ നിൽക്കുന്നത് അല്ലേ. എന്തുമാകട്ടെ, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ, നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതാണ് സ്പിരിച്വൽ. ദൈവം യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നത് എന്തിനാ വന്നത്? നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്യാൻ അല്ലേ. അത് മാത്രമല്ല, അത് തുടക്കം മാത്രം, ഒരു തുടക്കം. കർത്താവ് വന്നത് അവൻ്റെ രാജ്യം നമ്മുടെ ഉള്ളിൽ സ്ഥാപിക്കാൻ വേണ്ടിയാണ്. എൻ്റെ വാക്ക് ക്ലിയറാണേ? വലിയ കാര്യമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുക മാത്രമാണ്. കർത്താവ് ഭൂമിയിലേക്ക് വന്നത്, അവൻ്റെ പ്രസംഗം 3.5 വർഷത്തിലെ പ്രസംഗം എടുത്ത് പഠിച്ചേ വേണ്ട. 12 വയസ്സുള്ള യേശു കർത്താവ് യെരൂശലേമിൽ പെരുന്നാളിൽ പോയിട്ട് അപ്പനും അമ്മയും അവനെ വിട്ട് ദൂരെ പോയി. പിന്നെ 2 ദിവസം വീണ്ടും 3 ദിവസം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ 12 വയസ്സുള്ള ബാലനായ കർത്താവ് അവിടെ ആലയത്തിൽ കയറിയെന്ന് അവിടുത്തെ പരീക്ഷന്മാരൊക്കെ വാദിച്ചു കൊണ്ടിരിക്കുക. അന്ന് യേശു പറയുന്നുണ്ട്, നിങ്ങളെന്തിനാ എൻ്റെ പുറകെ നടക്കുന്നത്? അങ്ങനല്ലേ അല്ലേ? നിങ്ങളെന്തിനാ എന്നെ അന്വേഷിക്കുന്നത്? ഞാൻ പിതാവിനുള്ളതിലിരിക്കേണ്ടതല്ലയോ? ഈ ഭൂമിക്കകത്ത് പിതാവ് പുത്രനെ അழைച്ചത് പിതാവിൻ്റെ കാര്യം ചെയ്യാൻ വേണ്ടിയാ. ഇംഗ്ലീഷ് ബൈബിൾ പഠിക്കുമ്പോൾ ഫാദേഴ്സ് ബിസിനസ്സിൽ ഇരിക്കേണ്ടതല്ലയോ? KJV ബൈബിളിൽ മനസ്സാവുന്നുണ്ടോ? ഹല്ലേലൂയ. അതൊക്കെ മനസ്സാവുന്ന ഞാൻ പറഞ്ഞു പോയ കാര്യങ്ങൾ നല്ലവണ്ണം അറിയാം. കർത്താവ് അവൻ്റെ മിനിസ്ട്രി ആരംഭിക്കുമ്പോൾ 30-ാമത്തെ വയസ്സിൽ പൊതു ശുശ്രൂഷ, വാക്ക് ശ്രദ്ധിക്കണം, പൊതു ശുശ്രൂഷ, പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ കർത്താവ് പറഞ്ഞത് അവൻ്റെ കാലം തികഞ്ഞു. മാർക്കോസ് 1:15 അല്ലേ? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അത് പ്രാപിക്കണമെങ്കിൽ മാനസാന്തരപ്പെടണം, സുവിശേഷത്തിൽ വിശ്വസിക്കണം. ഏത് സുവിശേഷമാ? കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുക, അതാണ്. അല്ല, ദൈവരാജ്യം. വാക്യം 14-ാം വാക്യം മോളിൽ കാണാം. അന്ന് മുതൽ കർത്താവ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിച്ചു തുടങ്ങി. വാക്യം നിങ്ങളുടെ ബൈബിളിലുണ്ട്, ആ വാക്യങ്ങളൊക്കെ ക്ലിയർ ആണല്ലോ. അപ്പം അതുകൊണ്ട് ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ സ്ഥാപിക്കാനാണ് കർത്താവ് വന്നിരിക്കുന്നത്. നമ്മുടെ ഇടിച്ച് കയറട്ടകത്തേക്ക്. ഹല്ലേലൂയ. ഇന്ന് ലോകത്ത് കേട്ട് 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 തഴപ്പിച്ചു പോയി. നമ്മൾ വേറെ എന്തൊക്കെ കേട്ട് തഴപ്പിച്ചു പോയതാ. കർത്താവിനെ 3.5 വർഷക്കാല ശുശ്രൂഷയിൽ അവൻ ഒന്നേ പ്രസംഗിച്ചിട്ടുള്ളൂ. മനസ്സാവുന്നുണ്ടോ? ദൈവരാജ്യം. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. സമ്പത്തിനെ കുറിച്ച് പ്രസംഗിക്കുന്നുണ്ട്, നരകത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും അധികം നരകത്തെക്കുറിച്ച് പഠിപ്പിച്ചത് കർത്താവാണ്. അത് വേറൊന്നും കൊണ്ടല്ല, നരകം സൃഷ്ടിച്ചത് അവനാ. അവനറിയാം അതിൻ്റെ ഭീകരത, ഭയാനകത. പറയുമ്പോൾ രസമാ, കേൾക്കുമ്പോൾ രസമാ. അതറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക്. ഹല്ലേലൂയ. ഞാൻ വിട്ടുപോകുകയാണ്. അതിനെക്കുറിച്ച് ക്ലാസ് വരുമ്പോൾ നിങ്ങൾ കേൾക്കാം. അപ്പോൾ ദൈവം, നമ്മുടെ കർത്താവ് വന്നത് സ്പിരിച്വൽ കിങ്ഡം സ്ഥാപിക്കാൻ വേണ്ടിയാണ് അല്ലേ? എന്താ സ്പിരിച്വൽ കിങ്ഡം? എന്താ ദൈവരാജ്യം? റോമർ 14:17 എന്താ? ദൈവരാജ്യം എന്നത് ഭക്ഷണവും പാനീയവുമല്ല അല്ലേ? പിന്നെന്താ? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവർ ഏതിലാ? ദൈവരാജ്യത്തിനകത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാവുന്നവനും തന്നെ. ഇന്ന് നമ്മളെക്കുറിച്ച് നാട്ടുകാരോട് ചോദിച്ചാൽ അവൻ പറയും, അവൻ അർത്ഥ കൈക്ക് ഉപ്പിലാക്കാത്തവൻ, പിശുക്കൻ. നമ്മളെക്കുറിച്ച് നാട്ടുകാർ പറയുന്നതാ. ഇല്ലല്ലേ? നല്ല ആൾക്കാരാ. നമുക്ക് സ്തോത്രം വിട്ടേക്ക്. അതിൽ ഏതിലാ? ദൈവരാജ്യത്തിനകത്ത് ക്രിസ്തുവിനെ സേവിക്കുന്നവർ അതിനകത്താവുള്ളതെല്ലാം. നമ്മുടെ രക്ഷ മുതൽ നമ്മുടെ നിത്യമായ വാസം വരെ എല്ലാം അതിനകത്താ. അതിനകത്ത് അന്വേഷിക്കുന്നതാണോ നല്ലത്, അതോ ഇവിടെയുള്ള അന്വേഷിക്കുന്നതാണോ നല്ലത്? പറയാം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ചിന്തകളൊക്കെ പൊട്ടട്ടെ, ആത്മമണ്ഡലമൊക്കെ പൊട്ടിപ്പൊളിയട്ടെ. നമ്മൾ ഇത് അന്വേഷിച്ച് നടക്കുകയാ. അത് ഓക്കെ, വിടുക. അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവർ ദൈവത്തെ പ്രസാദിക്കുന്നവരുമാണ്. രണ്ടാമത്, മനുഷ്യർക്ക് കൊള്ളാവുന്നവനായി തീരും. ഹല്ലേലൂയ. വിടുക. അത് വിവരിക്കാൻ പോയ ഒരുപാട് കാര്യം എനിക്ക് പറയേണ്ടി വരും. ചിലപ്പോൾ വേദനിക്കും, ചിലപ്പോൾ ലൂസ് മോഷൻ സംഭവിക്കും. ദഹിച്ചില്ലെങ്കിലേ ലൂസ് മോഷൻ വരാൻ ഇടയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പതിയെടുത്തോളാം. അപ്പോൾ ദൈവരാജ്യം എന്നത് ഭക്ഷണം, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്നല്ല ദൈവ താഴേക്ക് പഠിക്കുമ്പോൾ 14 മുതൽ താഴേക്ക് പഠിക്കുമ്പോൾ യാതൊന്നും സ്വതവേ മലിനമല്ല. നിന്റെ ഭക്ഷണം ഭക്ഷണ നിമിത്തം സഹോദരനെ വ്യസനിപ്പിച്ചാൽ നിന്റെ സ്നേഹപ്രകാരം നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യം പറഞ്ഞു വരികയാ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഭക്ഷണം കഴിക്കുന്നത് തിന്നുകയും കുടിക്കുക അല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം ദൈവരാജ്യത്തിനകത്ത് നീതിയും സമാധാനവും പരിശുദ്ധമായ സന്തോഷവും അനുഭവിക്കുന്നുണ്ടോ? അതാ ഇവിടുത്തെ പ്രശ്നം.
നമ്മൾ അതിന് പുറത്തായത് കൊണ്ടാണ് നമ്മൾ അത് ചിന്തിക്കുന്നത്. അതിനകത്ത് വന്നാൽ നമുക്ക് ഈ എന്ത് തിന്നും എന്ത് കുടിക്കുമെന്നോ ഇല്ലെന്നേ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നമ്മൾ ദൈവരാജ്യത്തിന് പുറത്തായത് കൊണ്ട്. വാക്യം ഒന്നും കൂടി ആവർത്തിക്കാം. വെളിപ്പാട് 3:21 വാക്യം പറയുന്നു, 20 വാക്യം പറയുന്നു, ഞാനിതാ വാതിക്കൽ വന്ന് മുട്ടുന്നു. പറയൂ, പറ. സ്വരം കേട്ട് വാതിൽ തുറന്നാൽ അവർ എന്നോടും ഞാൻ അവരോടും കൂടി അത്താഴം കഴിക്കും. ഇന്ന് കർത്താവ് വെളിയില, നമ്മുടെ ഹൃദയത്തിനകന്ന് വെളിയില ആണല്ലോ, അല്ലേ? ഈ വെളിയിൽ പോയാൽ നമ്മുടെ അന്വേഷണം മുഴുവനും ഇതായിരിക്കും. ദൈവരാജ്യത്തിൽ കർത്താവ് നമ്മുടെ ഉള്ളിൽ വരുന്നില്ലെങ്കിൽ, കർത്താവ് നമ്മുടെ ഉള്ളിൽ നിന്ന് വെളിയിൽ പോയെങ്കിൽ നമ്മൾ അന്വേഷിക്കുന്നത് മുഴുവനും ഈ ലോകമായിരിക്കും. ഇത് ഞാൻ പറയുമ്പോൾ എവിടെയെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ മാനസാന്തരപ്പെടാൻ വേണ്ടിയാ. മാനസാന്തരം രക്ഷിക്കപ്പെടുമ്പോൾ മാത്രമല്ല, ലൂക്കോസ് 13 അധ്യായത്തിൽ നിങ്ങൾ അങ്ങനെ തന്നെ നശിച്ചു പോകുന്നു കർത്താവ് 2 പ്രാവശ്യം എടുത്ത് പറയുന്നുണ്ട്. വാക്യം വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? 13 അധ്യായത്തിലൊക്കെ അത് അവിടെയൊക്കെ പറയുന്ന വാക്യമാണ്. എല്ലാ ദിവസവും മാനസാന്തരം നമുക്ക് ആവശ്യമാണ്. അന്ത്യം വരെ, ശ്വാസം പോകുന്നത് വരെ. രക്ഷിക്കപ്പെട്ടപ്പോഴല്ല, ഓരോ ദിവസവും നമുക്ക് മാനസാന്തരം ആവശ്യമാണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ദൈവരാജ്യത്തിന് പുറത്തു പോകുമ്പോഴാണ് നമ്മൾ ലോകം അന്വേഷിക്കുന്നത്. എന്നാൽ ദൈവരാജ്യത്തിനകത്ത് ജീവിക്കുന്നവനാണോ നമ്മൾ ഒരിക്കലും ഭക്ഷണവും പാനീയം എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് ഒരിക്കലും അന്വേഷിക്കത്തില്ല. കാരണം അവിടെ നമുക്ക് അനുഭവിക്കുന്നത് നീതി. എന്താ നീതി? ദൈവത്തിന് കൊടുക്കേണ്ട ദൈവത്തിന്, മനുഷ്യർക്ക് കൊടുക്കേണ്ട ബഹുമാനം മനുഷ്യർക്ക് നല്ലവണ്ണം അറിയാം, അല്ലേ? അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് വേണ്ടി ഇന്ന് ദൈവസന്നിധിയിൽ എന്താ പറയുക, സാക്ഷാൽ തേജോമാനായ ദൈവത്തിന് മുമ്പിൽ ഇരിക്കുന്നത് പോലും പലപ്പോഴും നമ്മൾ വേറെ എന്തൊക്കെ രീതിയിലാണ് ഇരിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടുത്തെ കളക്ടറുടെ മുമ്പിൽ പോയി നമ്മൾ എങ്ങനെ ഇരിക്കുന്നത്? കളക്ടറുടെ മുമ്പിൽ നിങ്ങൾ എങ്ങനെ ഇരിക്കും? കാലക്കയറ്റി, അല്ലേ? ഇങ്ങനെ കാണിച്ചു അങ്ങനെയൊക്കെ ഇരിക്കും. നിങ്ങൾ വിറച്ചിരിക്കും. സകലത്തെയും സൃഷ്ടിച്ചവൻ, എന്നെ സ്വർഗത്തിലും നരകത്തിലും ആക്കാൻ കഴിവുള്ളവൻ്റെ മുമ്പിൽ എങ്ങനെ ഇരിക്കും സഹോദരങ്ങളെ? നമുക്ക് ക്രിസ്തു എന്നൊരു കുട്ടിക്കളി മാത്രമാണ്. എന്തു പറഞ്ഞാൽ യേശുവിൻ്റെ നാമത്തിൽ ഇങ്ങനെ കൽപ്പിക്കുക നമ്മൾ. യേശുവിൻ്റെ നാമം, ആ നാമത്തിൻ്റെ വലിപ്പം അറിയാത്തത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞ അർത്ഥം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഞാൻ. ഹല്ലേലൂയ. ആ ദൈവസ്ഥനിൽ ഇരിക്കുമ്പോൾ, അവൻ്റെ ബൈബിൾ വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നുറുങ്ങുന്നില്ലെങ്കിൽ നമ്മൾ മാനസാന്തരപ്പെട്ടേ മതിയാകും. ഹല്ലേലൂയ. അതൊക്കെ മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് ഈ തിന്നുക കുടിക്കുക കാര്യമല്ല അവിടെ. ദൈവ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവും സന്തോഷമാണ്. അവിടെ നീതി എന്ന് പറയുന്നത് ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കാൻ പഠിക്കണം നമ്മൾ. മനുഷ്യർ കൊടുക്കേണ്ടത് മനുഷ്യർ കൊടുക്കാൻ പഠിക്കണം, അല്ലേ? അങ്ങനെയല്ലേ? അത് തന്നെ, അങ്ങനെ ആയിരിക്കണം. മനുഷ്യർ കൊടുക്കേണ്ടത് പോലെ ദൈവത്തിന് കൊടുത്ത കാര്യമുണ്ടോ? അല്ല. അവൻ സാക്ഷാൽ ദൈവമാണ്. അവന് കൊടുക്കേണ്ടത് തന്നെ കൊടുക്കണം. അവൻ ചോദിച്ചത് പോലും എൻ്റെ പ്രാണനെയാണ്. നിന്റെ ജീവൻ എനിക്ക് താ, എൻ്റെ ജീവൻ നിനക്ക് തരാമെന്നാണ് പറഞ്ഞത്, അല്ലേ? എന്നെയാണ് അവൻ ചോദിച്ചത്. പിന്നെ ഞാൻ എവിടെയാ പിന്നെ? ഓക്കെ. 2, സമാധാനം. നമുക്ക് മനുഷ്യരോടും ദൈവത്തോടും സമാധാനമില്ലെങ്കിൽ ഒരിക്കൽ പോലും നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല. ദൈവത്തോട് സമാധാനമുണ്ട്. സമാധാനം എന്ന് പറഞ്ഞാൽ നിരപ്പ്, ഇല്ലേ? പല വ്യത്യസ്തമായ പേരുണ്ട്. ഞാൻ തൽക്കാലം അതിൽ മാത്രം നിൽക്കാം. സമാധാനം, ദൈവത്തോട് സമാധാനം ഉണ്ടാകണം. ഒരു പാപം ചെയ്തു പോയാൽ ഉടനടി പരിഹരിച്ചോളണം. വീണ്ടും ദൈവത്തോട് സമാധാനത്തിന് വന്നോളണം. സഹോദരന്മാരെ പിണക്കമുണ്ടായാൽ, നീരസമുണ്ടായാൽ ഉടനടി ഒരു ഉരുള ചോറ് വായിൽ വെക്കുന്നതിന് മുമ്പായിട്ട് പരിഹരിച്ചിരിക്കണം. ഇന്നലെ രാവിലെ നമ്മൾ ഡെലിവറൻസ് ക്ലാസ്സിൽ നിങ്ങളോട് സംസാരിച്ചതാ. ഇന്ന് അനേക വ്യക്തികളും ദൈവത്തിൻ്റെ ആലയത്തെ തകർക്കുന്നവരാ. ഒരു മടിയും കൂടാതെ ഞാൻ പറയും, ഇന്ന് സഭകൾക്കാണ് പറയുന്നത്, ദൈവസഭകൾക്കകത്ത് ദൈവത്തിൻ്റെ ആലയത്തെ, മന്ദിരത്തെ തകർക്കുന്നവരാ അനേക വിശ്വാസികളും. എങ്ങനെ മനസ്സിലാകും? കാരണം ഈ ഭൂമിക്കകത്ത് ദൈവത്തിന് ഇറങ്ങി വരുവാൻ ആകെയുള്ള സ്ഥലം നമ്മൾ കൂടി വരുമ്പോഴാണ്. 2 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ ഞാൻ അവരുടെ മധ്യത്തിൽ ഇറങ്ങി വരികയാണ്. വചനമല്ലേ ഞാൻ പറഞ്ഞത്? ഇനി നമ്മുടെ ഇടയിൽ പിണക്കം വെച്ചോണ്ടിരുന്നാൽ ദൈവം ഇറങ്ങി വരുമോ ഇല്ലയോ? ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. എത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട്?
അപ്പോൾ ആരാണ് ദൈവത്തിൻ്റെ ആലയത്തെ തകർക്കുന്നത്? ദൈവത്തിൻ്റെ ആലയത്തെ തകർക്കുന്നവനെ ദൈവം നശിപ്പിക്കും. നരകത്തിൻ്റെ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞതിൻ്റെ മനസ്സിലാവുന്നുണ്ടോ? സീരിയസ്നെസ് മനസ്സിലാവുന്നുണ്ടോ? ബൈബിളിലെ വാക്ക് മനസ്സിലാവുന്നുണ്ടോ? കർത്താവിനെ മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ചിന്തകളൊക്കെ മാറട്ടെ എന്നേ. ലോകം അന്വേഷിക്കാൻ നമ്മൾ ദൈവരാജ്യത്ത് ജനിച്ചിരിക്കുക. നമ്മൾ അവിടുത്തെ നീതി, അവിടുത്തെ സമാധാനം അത് ദൈവത്തോടും മനുഷ്യരും ഉണ്ടാക്കണം. നമ്മൾ ഉണ്ടാക്കണം. നാം ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവിൽ സന്തോഷം. ഞാൻ പറയാം, ദൈവത്തോടും തെറ്റ് ചെയ്ത് മനുഷ്യരോടും ഇണക്കമില്ലാതെ ജീവിച്ചാൽ നമുക്ക് എവിടെ പരിശുദ്ധാത്മാവിൽ സന്തോഷമുണ്ടാകും? പറയും നിങ്ങൾ. പറ്റുമോ? അവിടെയാണ് നമ്മൾ ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷി ജീവിക്കാൻ പഠിക്കുന്നത്. കർത്തൃമേശയുടെ മുമ്പിൽ പറഞ്ഞു കേട്ടില്ല നിങ്ങൾ? മനസ്സാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ വേഗത്തിൽ വിട്ടുപോകുക, സമയം മുന്നോട്ട് കടന്നു പോകുന്നു. അതുകൊണ്ട് ദൈവരാജ്യം എന്നത് ഭക്ഷണവും പാനീയമല്ല, എന്ത് തിന്നും എന്ത് കുടിക്കും ഒന്നും അല്ല വിഷയം. അതിനകത്ത് ദൈവരാജ്യത്തിനകത്തുള്ള നീതി, സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം അത്രേ. അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവർ എവിടെ നിന്നും വേണ്ട? ദൈവരാജ്യത്തിനകത്ത്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാവുന്നവനും തന്നെ. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഈ പോക്കറ്റിൻ്റെ അടുത്ത് എന്തെങ്കിലും ഇട്ട് കൊടുത്ത് ദൈവം പ്രസാദിപ്പിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ? കൊടുത്താൽ കിട്ടുമെന്ന് നമ്മുടെ വിചാരം. കൊടുത്താൽ കിട്ടുമെന്നാണോ? കൊടുത്താൽ പോയെന്നേ ഞാൻ പറയുള്ളൂ. ദൈവത്തിന് എൻ്റെ സമ്പത്തോ എൻ്റെ ഒന്നുമല്ല ദൈവത്തിന് ആവശ്യം. ദൈവത്തിന് എന്നെയാണ് ആവശ്യം. അത് കൊടുക്കാതെ കൈ പോക്കറ്റിൽ എന്തെങ്കിലും എടുത്ത് കൊടുക്കുന്നത് ആ ദൈവം സ്വീകരിക്കുന്നത് പോലുമില്ല. നമ്മൾ മണ്ടത്തരങ്ങൾ വിചാരിച്ച് വെച്ചിരിക്കുക. നമ്മൾ 1 ഇട്ട 10 കിട്ടുമെന്നൊക്കെ വിചാരിച്ചിരിക്കുക. ഞാൻ ശ്വാസം വിട്ടോട്ടെ എന്ന്, സമയം പോകുന്നോട്ടെ. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഞാൻ എന്തായാലും വേഗത്തിൽ വിട്ടുപോകുകയാണ്, നമ്മുടെ സമയം ഒരുപാട് ദീർഘിച്ചു പോകുന്നു. സ്പിരിച്വൽ കിങ്ഡം, ഒന്നാമത്തെ ദൈവരാജ്യം എന്നത് ആത്മീയ ദൈവരാജ്യമാണ്. അത് എന്താണെന്ന് പറഞ്ഞാൽ ഒറ്റവാക്കിൽ പറഞ്ഞു വിടുകയാണ്. ദൈവം അല്ലെങ്കിൽ വേണമെന്ന് സിമ്പിളായിട്ട് പറയാം, നാം രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെടുന്നു. ഓക്കെ, മനസ്സിലായില്ലേ? വരുന്ന നാളിൽ ബൈബിൾ ക്ലാസ്സിൽ വരികയാണെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നീതീകരണം, നമ്മുടെ ദേഹിയുടെ രക്ഷയ്ക്ക് വേണ്ടി വിശുദ്ധീകരണം, നമ്മുടെ ശരീരത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി തേജസ്കരണം. ഈ 3 ക്ലാസ്സുകൾ, അങ്ങനെയാണ് നിത്യരക്ഷ പ്രാപിക്കുന്നത്. മനസ്സിലായില്ല ആയവർക്കും ആകാത്തവർക്കും സ്തോത്രം. ഓക്കെ, അപ്പോൾ നോക്കിയേ, നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ ആത്മാവ് വീണ്ടും ചരിക്കുന്നു. അതിനകത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. ദൈവരാജ്യം അതിനകത്ത് ഇറങ്ങി വരികയാണ്. അല്ലെങ്കിൽ കർത്താവ് നമ്മുടെ ആത്മാവിലേക്ക് ഇറങ്ങി വരികയാണ്. പക്ഷേ അതല്ല മനുഷ്യനാണെന്നറിയാമോ നിങ്ങൾക്ക്? ബൈബിൾ ക്ലാസ്സിൽ വരുന്നതൊക്കെ എല്ലാവർക്കും അറിയാം. എൻ്റെ കൊച്ചു പാസ്റ്റർ എന്തേ? എനിക്ക് അവൻ മതി. നോക്കിയേ, മനുഷ്യൻ എന്നത് ആത്മാവല്ല, മനുഷ്യൻ ശരീരവുമല്ല. മനുഷ്യൻ ഇത് രണ്ടുമുള്ള ജീവനുള്ള ദേഹിയാണ് മനുഷ്യൻ. ഹൃദയം, അതിൻ്റെ ഹൃദയമാണ്. അത് ക്ലാസ്സിൽ വന്നവർക്കൊക്കെ അറിയാം. ഇല്ലെങ്കിൽ യൂട്യൂബിൽ അതിൻ്റെ നമ്മുടെ ക്ലാസ്സിൻ്റെ ലിങ്ക് കൊണ്ട് ചോദിച്ചാൽ ഇട്ട് തരും. അത് നല്ല മനോഹരമായി നമ്മളെ മനുഷ്യനെ കീറി മുറിച്ച്, മനസാക്ഷി എന്താണ്, മനസ്സെന്താണ്, ഓരോ ഭാഗങ്ങൾ, ആത്മാവ് എന്താണ്, എല്ലാം കീറി മുറിച്ച് പഠിച്ച ഒരു ക്ലാസ് അവിടെ കാണും നിങ്ങൾക്ക്. ഞാൻ പറയുന്ന കാര്യങ്ങൾ, ദൈവം രാജാവായി അവൻ്റെ കിങ്ഡം എൻ്റെ ആത്മാവിലല്ല, എൻ്റെ ഹൃദയത്തിൽ വരുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആ ഹൃദയം ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇല്ലേ, പിള്ളേരിങ്ങനെ കാണിക്കൂലേ? ഞങ്ങൾ പിള്ളേർക്കറിയാം ഇതെന്താണെന്ന്. ഇവർ വയസ്സന്മാരായ ആൾക്കാരെ, ഇവർക്കൊന്നും അറിയത്തില്ല. നമുക്ക് പിള്ളേർക്കറിയാം ഇതൊക്കെ എന്താണെന്ന്, അല്ലേ? അപ്പം അത് ഈ ഹൃദയത്തിലാണ്. ഇത് വെറും മണ്ണാങ്കട്ടിയാണ്. പക്ഷേ സോളിനുമുണ്ട്, ദേഹിക്കുമുണ്ട് ഒരു ഹൃദയം. അതുകൊണ്ട് സദൃശവാക്യം 4:23 വാക്യം പറയുന്നുണ്ട്, സകല ജാഗ്രതയോടുകൂടി നിന്റെ ഹൃദയത്തെ, അത് ഈ ഹൃദയമല്ല, ഈ ഹൃദയം സകല ജാഗ്രതയെ കൂടി കർത്താവ് സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ 16 കമ്പിയെടുത്ത് വെൽഡ് ചെയ്ത് പുറത്തും വെൽഡ് ചെയ്ത് ഒരു അലമാരയുണ്ടാക്കി അതിനകത്ത് ഈ ഹൃദയം വെച്ചിരിക്കുന്നത്, അല്ലേ? ഇത്രമാത്രം ഈ ഹൃദയത്തിന്, ഞാൻ പറഞ്ഞ ഈ ഹൃദയത്തിന്, മണ്ണാങ്കട്ടയായ ഈ ഹൃദയത്തിന്, ഇവിടെ അലിഞ്ഞു പോകുന്ന മണ്ണ് പൊടിയായി പോകുന്ന ഈ ഹൃദയത്തിന് കർത്താവ് ഇത്രമാത്രം കമ്പി വെച്ച് വെൽഡ് ചെയ്ത്, പത്തവാരിയല്ല, എന്തല്ല,
വെൽഡ് ചെയ്ത് കമ്പി വെച്ച് വെൽഡ് ചെയ്ത് അതിനകത്ത് വെച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ അറിയണം, നിങ്ങളുടെ പ്രാണൻ, നിത്യജീവൻ അവകാശമാക്കുന്ന പ്രാണൻ ദേഹി, അവൻ്റെ ഹൃദയം എത്രമാത്രം സൂക്ഷിക്കണമെന്ന്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായോ? അവിടെ നിന്നല്ലോ ജീവന്റെ ഉറവ വരുന്നത്. അങ്ങനെയല്ലേ? ഈ ജീവന്റെ ഉറവ അത് 60 വയസ്സ് നമ്മുടെ കയ്യിൽ പോയിക്കൊണ്ട് ചിലപ്പോൾ 50 വയസ്സിൽ ചത്തുപോകും, ഇല്ലേ? ഇതിൻ്റെ ഇത് ഞാൻ പറഞ്ഞു, ഇതല്ല പറഞ്ഞത്. ഈ കാണുന്ന ഹൃദയത്തിനകത്തുള്ള, ഇല്ലേ, ഇവിടെയുള്ള ഇതിനകത്തുള്ള ഹൃദയമില്ലേ? എന്താ നിങ്ങൾ എല്ലാവരും മൗനമായിട്ടിരിക്കുന്നത്? ഹല്ലേലൂയ. പണ്ടേ ഹൃദയം അടിച്ചുകൊണ്ട് പോയി. പണ്ട് ഒരു ദൈവകുഞ്ഞ ഒരാളാ മറന്നു, അദ്ദേഹം പറഞ്ഞു, എൻ്റെ കരൾ പോയി ബ്രദർ എന്ന് പാസ്റ്റർ എന്ന് പറഞ്ഞ് ഓടിക്കതച്ച് വന്നിരിക്കുക, എൻ്റെ കരൾ പോയെന്ന്. ഞാൻ വിചാരിച്ചു എന്ത് പറ്റി, ഇത്ര ദിവസം ഓടിച്ചാടി നടക്കുന്ന ഈ മനുഷ്യൻ എന്ത് പറ്റി? ഇന്നലെ വരെ ഞങ്ങളുടെ കൂടെ ട്രാൻസ്ലേറ്ററായിട്ടും ഞങ്ങളുടെ കൂടെ എല്ലായിടത്തും ഉണ്ടായിരുന്നു. പിന്നീട് പറഞ്ഞത് എൻ്റെ കരൾ പോയെന്ന് പറഞ്ഞ് എൻ്റെ ഭാര്യ പോയെന്ന്. അതാ വിഷയം. അത് കൈവിട്ട് പോയതോ? അങ്ങനെ കൈവിട്ട് കൊടുക്കരുത്. ഏതുമാകട്ടെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഇത്രമാത്രം ഒരു മനുഷ്യനെ, ഒരു ശരീരത്തെ നിർത്തുവാൻ കഴിവുള്ള മെഷീനാണ് ഈ ഹൃദയം. ആണല്ലോ? ആണോ? എവിടെന്നാ ശരീരത്തിന് ജീവൻ ഒഴുകുന്നത്? എവിടെയാ ശരീരത്തിന് ജീവൻ നിൽക്കുന്നത്? ലേവ്യ 17 ലേവ്യ 7 അധ്യായം പറഞ്ഞേ, രക്തത്തിലല്ലോ ജീവൻ ഇരിക്കുന്നത്. ഏതിന്റെ ജീവനാ? ശരീരത്തിലെ ജീവനെ കുറിച്ച് ഞാൻ പറയുന്നത്, അല്ലേ? ഇത്രമാത്രം 1,00,000 കിലോമീറ്റർ ഞരമ്പുകൾ ഇതിൽ കൂടി ഓടുകയാണ്. ആണല്ലോ? ഈ ഭൂമിയുടെ വ്യാസത്തെക്കാൾ 43,000 സംതിങ്ങേ ഉള്ളൂ, കിലോമീറ്ററേ ഉള്ളൂ. അതിനേക്കാൾ ഡബിളാണ് നമ്മുടെ അകത്തോടുന്ന ഞരമ്പുകൾ. 1,00,000 കിലോമീറ്ററുകൾ. ഇന്ന് ഈ ഹൃദയത്തിൽ നിന്ന് ഈ ഹൃദയമെന്ന വീകാട് പമ്പ് വെച്ച് ബ്ലഡ് പമ്പ് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ നിവർന്ന് നിൽക്കുന്നത്. ആണല്ലോ? അല്ലേ? ഇവിടെ 30 മീറ്റർ ഓസ് മേടിച്ചാൽ 30 മീറ്റർ ഓസ് മേടിച്ചാൽ അത് നിവർത്തിയിട്ടില്ലെങ്കിൽ ഒടിഞ്ഞ് വെള്ളം വരത്തില്ല, അല്ലേ? ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി ഭാര്യനെ നിർത്തും, മക്കളെ നിർത്തും, അല്ലേ? പിന്നെ മെയ്ഡിനെ നിർത്തും നമ്മൾ. എന്നിട്ട് പോലും ഇടക്കിടക്ക് ഓസ് ഒടിഞ്ഞു പോഴും. ഇത് 1,00,000 കിലോമീറ്റർ ഇന്ന് ഒടിയാതെ കറക്റ്റായി പമ്പ് ചെയ്യണമെങ്കിൽ ആ മോട്ടർ എത്രമാത്രം വലിയ മോട്ടറായിരിക്കും, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. മനസ്സാവുന്നുണ്ടോ? ഇത്രമാത്രം പ്രാധാന്യം ഒരു ശരീരത്തിൽ നശിച്ചു പോകുന്ന മണ്ണാങ്കട്ടയ്ക്ക് ദൈവം കൊടുത്തെങ്കിൽ, എൻ്റെ പ്രാണന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഹൃദയത്തിനകത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അവിടെ ദൈവരാജ്യമല്ലാതെ മറ്റെന്തെങ്കിലും വന്ന കാര്യമുണ്ട് സഹോദരങ്ങളെ? പറയൂ, ചിന്തിക്കൂ നിങ്ങൾ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത് ശരീരത്തിൻ്റെ ഹൃദയത്തെക്കുറിച്ചല്ല, ദേഹിയുടെ ഹൃദയത്തെക്കുറിച്ചാണ്. എൻ്റെ രക്ഷ അതാണ്. പിന്നീട് പഠിക്കും. ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് 400 വർഷം അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചെടുത്തിട്ട് ദൈവം അവർക്ക് കനാൻ ദേശം അവകാശമാക്കി കൊടുത്തു. ആണല്ലോ? നമുക്കും ദൈവം പറഞ്ഞു ഒരു കനാൻ ദേശം തരാമെന്ന്. പക്ഷേ കനാൻ ദേശത്ത് മുഴുവനും മല്ലന്മാരായ ജാതികൾ കയറി കിടക്കുകയാണ്. ഒന്നും മിണ്ടിയില്ല. ആണല്ലോ? ഇസ്രായേൽ മക്കൾ കനാൻ ദേശത്ത് ചെന്നപ്പോൾ 7 മല്ലന്മാരായ ജാതികൾ, അവർക്ക് അവരുടെ മുമ്പിൽ വെട്ടുകിളികൾക്ക് തുല്യമായിരിക്കുന്ന ഇസ്രായേൽ മക്കൾ, അല്ലേ? അവരൊക്കെ വെട്ടി ഒതുക്കി ജയിച്ച് അവർ ആ ദേശം പിടിച്ചതുപോലെ നമ്മളും അവകാശമാക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ കനാൻ ദേശം എന്താണ്? അവിടെയല്ല നമ്മുടെ കനാൻ ദേശം. നമ്മുടെ കനാൻ ദേശം ഇതിനകത്താണ്. അതിനെക്കുറിച്ച് പിന്നീട് പഠിക്കും നമ്മൾ. അപ്പോൾ ഹൃദയത്തിനകത്ത് ദൈവരാജ്യം വരണം എന്ന് പറഞ്ഞാൽ കർത്താവ് രാജാവായി എൻ്റെ ഉള്ളിൽ വന്ന് വാഴണം. അതുകൊണ്ടാ ലവോദിക്യ സഭയോട് കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ രാജാവായിട്ട് പോലുമില്ല, ഒരു ദാസനായിട്ട് പോലുമില്ല, നിങ്ങളുടെ അടിമയായിട്ട് ഞാനുണ്ട്. നിങ്ങൾ പറയും യേശുവിന്റെ നാമത്തിൽ അത് ചെയ്യാൻ പറയുമ്പോൾ ഞാൻ ദാസനായിട്ട് ചെയ്തു തരികയാണ്. പിടുത്തം കിട്ടിയോ? പിടുത്തം കിട്ടാൻ കുഴപ്പമൊന്നുമില്ല, നല്ലോണം തന്നെ ഞാൻ സംസാരിച്ചിരിക്കുന്നത്, അല്ലേ? ഞാൻ നിങ്ങളുടെ ദാസനായി ഇന്ന്. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ യജമാനായി, നിങ്ങളുടെ രാജാവായി നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് വാഴാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. നമ്മുടെ ദേഹിയുടെ സോളിൻ്റെ യഥാർത്ഥ മനുഷ്യൻ ജീവനുള്ള ദേഹിയാകുന്നു. ആ ദേഹിയുടെ ജീവനൊഴുകുന്ന ഭാഗമായ ഹൃദയത്തിനകത്ത് കർത്താവ് വന്ന് വാഴണം. അതാണ് സ്പിരിച്വൽ കിങ്ഡം. മനസ്സിലാവുന്നുണ്ടോ?
നമുക്ക് ഇന്ന് ആ മോള് പറഞ്ഞ വചനം എനിക്കിന്ന് പറയാൻ ആഗ്രഹിച്ചാൽ ഞാൻ കയറുന്നത്, പക്ഷേ അത് അടുത്ത ആഴ്ച നിങ്ങളോട് സംസാരിക്കാം അതിനെക്കുറിച്ചൊക്കെ അല്ലേ. ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ വാഴുവാൻ നമ്മുടെ കർത്താവിനെ കൊടുക്കുന്നുവെങ്കിൽ നിങ്ങൾ 1000 ആണ്ടിൽ കർത്താവോടുകൂടി നിങ്ങൾ വാഴുന്നവരായിത്തീരും. മനസ്സാവുന്നുണ്ടോ? ക്ലിയറാണോ? ഇപ്പോൾ അവനവൻ ശരീരത്തിരിക്കുമ്പോൾ നിങ്ങൾ നമ്മുടെ മോഹങ്ങളും ഇഷ്ടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെച്ച് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റിവെച്ചിട്ട് നമ്മുടെ കർത്താവിനെ പിടിച്ച് സിംഹാസനം കെട്ടി വാഴുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ നിങ്ങൾ 1000 ആണ്ടിൽ 10 പട്ടണത്തിന്, മോള് പറഞ്ഞ പോലെ 10 പട്ടണത്തിനും 5 പട്ടണത്തിനും അധികാരികളായി ദൈവം നിങ്ങളെ നിയമിച്ചിരിക്കും. ഞാൻ ഇന്നല്ല അടുത്ത ആഴ്ച അതിനെക്കുറിച്ച് ആഴമായി സംസാരിക്കും. നമ്മുടെ സമയം കഴിയാറായി. പാട്ടുകാരൊക്കെ കയറിക്കോ. ഗ്രഹിച്ചോ അല്പമെങ്കിലും ഗ്രഹിച്ചോ. ഹല്ലേലൂയ. ഇത് നിങ്ങളുടെ അകത്തൊന്ന് ഒന്ന് വീണാലുണ്ടല്ലോ, ദൈവരാജ്യം എന്ന് വീണാലുണ്ടല്ലോ, നിങ്ങൾ ആള് മാറിയവനെ പോലെ ആയിത്തീരും. കാരണം നമ്മൾ ജനിച്ചിരിക്കുന്നത് പോലും അതിനകത്താണ്. നമ്മുടെ രക്ഷ, നമ്മുടെ എന്താ പറയുക, നമ്മുടെ എല്ലാ നന്മകളും, നമ്മുടെ കൃപാവരങ്ങൾ, നമ്മൾ ഓരോ ദിവസം ചെയ്തു പോരേണ്ട സകല പ്രവൃത്തികൾ പോലും ദൈവരാജ്യത്തിനകത്തിരിക്കുകയാണ്. പക്ഷെ ഒറ്റവാക്കി പറഞ്ഞു വിടുകയാണ്. കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഉള്ളിൽ അവൻ സിംഹാസനം കെട്ടി വാഴുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഇന്ന് ഇവിടുന്ന് പോകുന്നതിന് മുമ്പായിട്ട് ഒരുപക്ഷെ കർത്താവ് ഇതുവരെ എൻ്റെ ഹൃദയത്തിൽ വന്ന് വാഴുവാൻ ഞാൻ സമ്മതിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങളറിയണം, ഞാൻ രക്ഷിക്കപ്പെട്ട ദിവസം, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും രക്ഷിക്കപ്പെട്ട ദിവസം എന്താ പറഞ്ഞത്? നിങ്ങൾ രക്ഷിക്കപ്പെട്ട സമയത്ത് എന്താ കർത്താവിനോട് പറഞ്ഞത്? ഒന്നും ഞാൻ വിചാരിക്കുന്ന ഒന്നും പറഞ്ഞു കാണത്തില്ല. അതാണല്ലോ മൗനമായിട്ടിരിക്കുന്നത് ഇവിടെ. നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ കർത്താവ് അവിടെ എന്താ പറഞ്ഞത്? കർത്താവ്, ഞാൻ പാപിയാ അല്ലേ, നീ എൻ്റെ പാപത്തിന് വേണ്ടി വന്ന് മരിച്ചു, നീ ഇപ്പോൾ കർത്താവായി രാജാവായി ഇവൻ്റെ ഉള്ളിൽ വരണമേ. അങ്ങനെയാണോ? അങ്ങനെയല്ലേ പറഞ്ഞത്? എൻ്റെ ഉള്ളിൽ വരണമേ. നിങ്ങൾ വിളിച്ചതാ നിങ്ങൾ. അവൻ ഇറങ്ങി വന്ന് എൻ്റെ ഹൃദയത്തിൽ വന്ന് വാസം തുടങ്ങിയതാ. പക്ഷെ വഴിയാത്രയിൽ ജഡയിച്ഛകളും ലോമോഹങ്ങളും കയറിയപ്പോൾ അവൻ ഹൃദയത്തിൽ നിന്ന് പുറത്തുപോയി. അവൻ ആത്മാവിലേക്ക് പിൻവലിഞ്ഞു. ക്ലിയറാണോ? ഇന്ന് അതുകൊണ്ട് ലവോദിക്യ സഭ 7 സഭയോട്, അവസാന സഭയായ ലവോദിക്യ സഭയോട് കർത്താവ് പറയുമ്പോൾ, ഞാനത് വാതിക്കൽ വന്ന് മുട്ടുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ അനേകരുടെ ഈ ഹൃദയത്തിൽ ആരില്ല? കർത്താവ് വാഴുന്നില്ല. മടങ്ങി വരാം നമുക്കല്ലേ. ആ സ്പിരിച്വൽ കിങ്ഡം, ആത്മീയ ദൈവരാജ്യത്തിലേക്ക് മടങ്ങി വരാം. അവൻ നമ്മളെ വാഴട്ടെന്ന് ഇന്ന് വാഴുവാൻ കൊടുത്താൽ ഒരു ദിവസം അവനോടുകൂടെ ഞാൻ വാഴും. ക്ലിയറാണോ? നമ്മൾ വിളിച്ചപേക്ഷിക്കാൻ പോവുകയെന്ന്. ഹല്ലേലൂയ. ഇന്ന് നാം യേശുവിനെ എൻ്റെ ഹൃദയത്തിൽ വാഴുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ, ഈ ആയുസ്സിൽ നാം ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ, ഞാൻ ഉറപ്പ് പറയാം, 1000 ആണ്ടിൽ 1000 വർഷം അവനോടുകൂടെ, രാജാതി രാജാവായ കർത്താവിനോടുകൂടെ രാജാവായി ഞാൻ വാഴും. അങ്ങനെയല്ലേ? നിങ്ങൾ എന്നോടുകൂടെ മരിച്ചാൽ ജീവിക്കും, എന്നോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ വായിച്ചിട്ടില്ല, നിങ്ങൾ വാഴും. അവിടെ കഷ്ടം എന്ന് പറഞ്ഞാൽ വേദനയൊന്നും അല്ല. എന്നെ തന്നെ മാറ്റി വെച്ചിട്ട് ക്രിസ്തുവിനെ കയറ്റിയിരുത്തുമ്പോൾ എനിക്ക് സഹിക്കത്തില്ല ആ വർഷം. അതാണ് ഏറ്റവും വലിയ കഷ്ടം. ഞാൻ പറഞ്ഞതിന് അർത്ഥം മനസ്സിലായോ? എൻ്റെ മോഹങ്ങളൊക്കെ പറിച്ചു മാറ്റിയിട്ട്, അയ്യോ പൊന്നുപോലെ താലോലിച്ചു കൊണ്ടുള്ള മോഹമാണ് എടുത്ത് മാറ്റാൻ പറയുമ്പോൾ, ക്രിസ്തുവിനെ കയറ്റിയിരുത്തുമ്പോൾ നമുക്ക് സഹിക്കില്ല, എനിക്ക് സഹിക്കില്ല. പക്ഷെ ഇന്ന് സഹിക്കുന്നുവെങ്കിൽ നമ്മൾ അവനോട് കൂടെ വാഴാൻ പോവുകയാണ്. ഹല്ലേലൂയ. നമുക്ക് ചാടിയിരുന്നേക്കാം ഒരു നിമിഷം. കുഞ്ഞാട്ടിൻ തീരൂരക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു, തൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിയിടും. കുഞ്ഞാട്ടിൻ തീരൂരക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു, തൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിയിടും. അതുകൊണ്ട് മഹത്വം രക്ഷകാസ്തുതി നീനക്കെന്നും ചുറ്റും നിന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. സന്തോഷം
വിളിച്ചു പറഞ്ഞേ. മഹത്വം രക്ഷക സ്തുതി നിനക്കെന്നും ചേറ്റിൽ നിന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. ആർപ്പോടു നിന്നെ ഘോഷിക്കും ഈ സിയോൻ യാത്രയിൽ. അതെ, സിയോനിലേക്കുള്ള നമ്മുടെ യാത്രയാണ് സഹോദരങ്ങളെ. ആ സ്വർഗീയ സിയോനിൽ പോയി ഞാൻ അടിയുന്നതുവരെ ഇന്ന് മഴക്കാലം എന്റെ ജീവിതം അതായിരിക്കും. പ്രത്യാശയോടെ ലഭിക്കും നിശ്ചയം വിരുദേനിക്ക് ശത്രുക്കൾ ആരുമേ കൊണ്ടുപോകയില്ല. പ്രാപിക്കുമെന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ. നമ്മുടെ അകത്ത് വന്ന ദൈവരാജ്യം അത് വിട്ടുകൊടുക്കരുതേ. നിങ്ങളെ അകത്ത് വന്ന ദൈവരാജ്യം ക്രിസ്തുവിനെ രക്ഷ വിട്ടുകൊടുക്കരുതേ. രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ. എൻ ഭാഗ്യകാലമോർക്കുമ്പോൾ എന്നുള്ളം തുള്ളുന്നു. ഈ ലോകസുഖം തള്ളിയ ആ ഭാഗ്യം കണ്ടപ്പോൾ. എൻ ഭാഗ്യകാലമോർക്കുമ്പോൾ എന്നുള്ളം തുള്ളുന്നു. ഈ ലോകസുഖം തള്ളിയ ആ ഭാഗ്യം കണ്ടപ്പോൾ. അതുകൊണ്ട് നിത്യമാം രാജ്യത്തിൽ അന്നു ഞാൻ പാടിയിടും. രാജമുഖം കണ്ട് എന്നും ഞാൻ ഘോഷിക്കും. രക്തത്തിൻ ഫലമായി വാഴുമേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി. നിത്യമാം രാജ്യത്തിൽ അന്നു ഞാൻ പാടിയിടും. രാജമുഖം കണ്ട് എന്നും ഞാൻ ഘോഷിക്കും. രക്തത്തിൻ ഫലമായി വാഴുമേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി. മനോഹരമാം സിയോനിൽ ഞാൻ വേഗം ചേർന്നിടും. എൻ ക്ലേശമാകെ നീങ്ങിപ്പോ അവിടെ എത്തുമ്പോൾ. മനോഹരമാം സിയോനിൽ ഞാൻ വേഗം ചേർന്നിടും. ആ വലിയ പ്രത്യാശ നമ്മുടെ ഹൃദയങ്ങളിലെ ആഴങ്ങളിലേക്ക് പതിക്കട്ടെ. നീങ്ങിപ്പോ അവിടെ എത്തുമ്പോൾ. അതുകൊണ്ട് നിത്യമാം സന്തോഷം പ്രാപിക്കുമെന്നു ഞാൻ ശത്രുവിനത് എടുപ്പാൻ പാടില്ല. ആനന്ദം കൂടിയിടും സാനന്ദം പാടിടും ശ്രീയേശു രാജൻ മുമ്പാകെ. നിത്യമാം സന്തോഷം പ്രാപിക്കുമെന്നു ഞാൻ ശത്രുവിനത് എടുപ്പാൻ പാടില്ല. ആനന്ദം കൂടിയിടും സാനന്ദം പാടിടും ശ്രീയേശു രാജൻ മുമ്പാകെ. കുഞ്ഞാട്ടിൽ തീരൂരേത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. തൻ ചങ്കിലെ ശുദ്ധരേത്താൽ ഞാൻ ജയം പാടിയിടും. കുഞ്ഞാട്ടിൽ തീരൂരേത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. യേശുവിന്റെ രക്തത്താൽ നമ്മൾ ശുദ്ധരായിരിക്കുന്നു. നമ്മളെ തകർക്കുവാൻ അവകാശം പറയുവാൻ ഒരു ശത്രുവിനും ആവില്ല. യേശുവിന്റെ രക്തം ജയം. അതിന്റെ മറവിൽ നാം ജീവിക്കുകയാണ്. സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. മഹത്വം രക്ഷക സ്തുതി നിനക്കെന്നും ചേറ്റിൽ നിന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. എൻ ഭാഗ്യകാലം ഓർക്കുമ്പോൾ എന്നുള്ളം തുള്ളുന്നേ. ഈ ലോകസുഖം തള്ളിയ ആ ഭാഗ്യം കണ്ടപ്പോൾ. എൻ ഭാഗ്യകാലം ഓർക്കുമ്പോൾ എന്നുള്ളം തുള്ളുന്നേ. ഈ ലോകസുഖം തള്ളിയ ആ ഭാഗ്യം കണ്ടപ്പോൾ. നിത്യമാം രാജ്യത്തിൽ അന്നു ഞാൻ പാടിയും രാജൻ മുഖം കണ്ടു എന്നും ഞാൻ ഘോഷിക്കും. രക്തത്തിൻ ഫലമായി വാഴുമേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി.
നിത്യമാം രാജ്യത്തിൽ അന്നു ഞാൻ പാടിയിടും. രാജമുഖം കണ്ട് എന്നും ഞാൻ ഘോഷിക്കും. രക്തത്തിൻ ഫലമായി കോടി കോടി യുഗങ്ങളായി നിത്യമാം രാജ്യത്തിൽ അന്നു ഞാൻ പാടിയിടും. ഓരോ ഹൃദയത്തോട് സ്പർശിക്കുന്ന അതിമഹത്തായ സ്പർശനത്തിനായി നന്ദി പറയുക. വെളിപ്പാടുകളാൽ അവിടുത്തെ രാജ്യത്തിൽ അന്നു ഞാൻ പാടിയിടും. ഞാൻ ഘോഷിക്കും. രക്തത്തിൻ ഫലമായി വാഴുമേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി. എത്ര പേരകത്ത പ്രത്യാശയുണ്ട്. Hallelujah. ഈ ചെറിയ ജീവിതം ഇന്ന് മുളച്ചു നാളെ വാടിപ്പോകുന്ന പുൽക്കൊടിക്ക് തുല്യമായ ഈ ചെറിയ ജീവിതം അവന് വേണ്ടി, നമ്മുടെ കർത്താവിന് വേണ്ടി, അവിടുത്തെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ സ്വർഗീയ പിതാവിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഈ ചെറിയ ആയുസ് നമ്മൾ അവന് വേണ്ടി കൊടുക്കുന്നുവെങ്കിൽ നമ്മുടെ നിത്യത, നമ്മുടെ ഇതിനുശേഷമുള്ള നമ്മുടെ ജീവിതം ആ സ്വർഗീയ പർദീസയിൽ അവരോടുകൂടെ കഴിപ്പാൻ കഴിയും. നമ്മുടെ കണ്ണടക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധായ ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല പിതാവേ, അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് സഭയായി അവിടുത്തെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കുഞ്ഞുങ്ങളായ ഞങ്ങൾ ഒരുമിച്ച്, അവിടുത്തെ ശ്രേഷ്ഠദാസന്മാരായ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ ദാസന്മാരുടെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ മുമ്പിൽ കടന്നു വരികയാണ്. ഇന്ന് പകൽക്കാലം അങ്ങയുടെ ആത്മാവ് സംസാരിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ അകത്ത് ഉറച്ചുമേരിക്കുന്ന കർത്താവേ, നിന്റെ ഹിതം ഇന്ന് പകൽക്കാലം ഓരോ ഹൃദയത്തിൽ എഴുതിയിരിക്കാൻ ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ നന്ദി പറയുന്നു. അവിടുത്തെ ആഗ്രഹം, അവിടുത്തെ ഇഷ്ടങ്ങൾ, അവിടുത്തെ കർത്താവ് ചിന്തകൾ പോലും ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവാം ദൈവം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതി തന്ന കൃപക്കായി നന്ദി പറയുകയാണ്. ഞങ്ങളെക്കുറിച്ചുള്ള അപ്പൻ്റെ ഇഷ്ടം നിവർത്തിക്കുവാൻ ഞങ്ങളിതാ അങ്ങയുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനങ്ങൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. വ്യത്യസ്തമായ പ്രശ്നങ്ങളാൽ ഒട്ടനവധി പേർ ബാധപ്പെടുന്നുണ്ട്. പ്രത്യേക രോഗങ്ങളാൽ അനേകർ ബാധപ്പെടുന്നു. അനേക സാമ്പത്തിക ബുദ്ധിമുട്ടുകളാൽ അനേകർ ബാധിതയായി ജീവിക്കുന്നു. അനേകർ കുടുംബ പ്രശ്നങ്ങളാൽ അനേകർ തകർന്നും തരിപ്പണമായി കർത്താവേ താങ്ങും മോങ്ങിയ ഒരു ജീവൻ നയിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചു പറയുക, ഞങ്ങളെ വിളിച്ചവൻ അതൊക്കെ പുനഃസ്ഥാപിക്കുവാൻ കഴിവുള്ള ദൈവമാകയാൽ ഞങ്ങൾ അതിലേക്ക് നന്ദി പറയുകയാണ്. ഇന്ന് പകൽക്കാല കർത്താവേ, നിന്റെ മഹത്വം കാണുവാൻ, നിന്റെ മക്കൾ നിന്റെ മഹത്വം കാണുവാൻ, നിന്റെ കർത്താവ് നിന്റെ ഇഷ്ടം കാണുവാൻ, നിന്റെ കർത്താവ് അത്ഭുത കരം കാണുവാൻ, നിന്റെ അത്ഭുത കരം ഇവരെ തിരിച്ച് ചെയ്യണമേ. അവരുടെ വിശ്വാസം ഉറക്കുവാൻ, അവരുടെ പ്രത്യാശ ഉറക്കുവാൻ അങ്ങ് അവരുടെ ജീവിതത്തിൽ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽക്കാലം അങ്ങ് ചെയ്യുന്ന കൃപക്കായി സ്തോത്രം. കേട്ട വചനങ്ങൾ പറവകൾ വന്ന് കൊത്തിക്കൊണ്ടുപോകാതിരിപ്പാൻ തക്കവണ്ണം നിന്റെ ആത്മാവ് എല്ലാ ഹൃദയങ്ങളെയും സൂക്ഷിക്കുന്ന കൃപക്കായി നന്ദി പറയുന്നു. കേട്ട വചനങ്ങൾ അത് ജീവനായി, ജീവിതമായി, നടപ്പായി മാറേണ്ടതിന് അങ്ങ് ഓരോരുത്തരെയും ഞങ്ങളെല്ലാവരെയും സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് യാചിക്കുകയാണ്. ഞങ്ങളുടെ അകത്ത് വന്ന പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും വഴി നടത്താമെന്ന് അങ്ങ് പറഞ്ഞല്ലോ കർത്താവേ. ഞങ്ങൾ നീ സകല സത്യത്തിലും വഴി നടത്തണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങളിൽ ഞങ്ങളുടെ ഈ മലയാള സർവീസ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട തേജസ്സേറിയ ഒരു സഭയായി മാറുവാൻ, എല്ലാ സഭകളും അങ്ങനെ ആയി മാറുവാൻ ഞങ്ങൾ ആരെ ആഗ്രഹിച്ചുകൊണ്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി പറയുന്നു. യേശുവിൻ്റെ വിലയേറിയ നാമത്തന്നെ ആമേൻ, ആമേൻ. നമുക്ക് ആശീർവാദങ്ങൾ മടങ്ങാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗ കൂട്ടായ്മയും ഇവിടെ വന്നിരിക്കുന്ന സകല ഭക്തന്മാരുടെ കൂടെയും ലോകത്തിലുള്ള സകല ദൈവകുഞ്ഞുങ്ങളുടെ കൂടെയും യേശുവിൻ്റെ മേഘപ്രത്യക്ഷത വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ജയം നൽകിയ കർത്താവിനെ വിശുദ്ധ കരങ്ങളെ ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വേഗം വരണമേ മാറാനാഥ.